നമുക്കൊരു കോൾ വരുമ്പോൾ നമ്മൾ ഇറങ്ങി വെളിയിൽ പോകണം. മറ്റത് അവരിയ്ക്കുമ്പോൾ മറച്ചു വയ്ക്കുകയില്ല. കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരാണ്. വേറെ ആൾക്കാർ തോറ്റെടുത്ത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചെടുത്ത് എന്തെങ്കിലും പോയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മളെ പോലുള്ള കുറച്ച് 10-20 പേഴ്സി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ആരും പേഴ്സി പോലും പൈസ വയ്ക്കാറില്ല. എൻ്റെ വീട്ടിൽ സോളാർ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി നിഖിലിൻ്റെ ഐഡിയ ആണ്. ഇത്രയും ലോ കോസ്റ്റിൽ സോളാർ വെക്കുമെന്ന് ആരെടുത്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. നമ്മൾ ആധാർ കോപ്പി എടുത്താൽ പോരാ, നമ്മളൊരു ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ അത് ഒരു കോപ്പിയാണോ വരുന്നത്, അത് അവർ സ്കാനിങ് ആണോ പ്രസ് ചെയ്തെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ നമ്മളുടെ മലയാളികളെ സംബന്ധിച്ച് റേറ്റ് കൂടിയിരിക്കുന്നത് ബെസ്റ്റ് സാധനം എന്നുള്ള തോന്നലുണ്ട്. പലരും എന്നെ ലോൺ തരാൻ വേണ്ടിയിട്ടൊക്കെ SBI എന്ന് വിളിച്ചിരുന്നു. അവർക്ക് തന്നെ ഞാൻ ഇത്ര രൂപയ്ക്ക് പറഞ്ഞപ്പോൾ അതിശയമാണ്. നമ്മൾ ഒരു HP മോട്ടോർ ലോഡ് എന്ന് പറഞ്ഞാൽ ആരും എടുക്കില്ലേ. നമസ്കാരം. ഓണസ്റ്റ് ടോക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഓണസ്റ്റ് ടോക്ക് എയിം ചെയ്യുന്നത് ഓണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷനാണ്. നമ്മുടെ ലൈഫിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസും പ്രോബ്ലംസും അച്ചീവ്മെൻറ്റ്സും നമ്മുടെ ലൈഫ് എങ്ങനെ കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് സമീപിക്കാം, ലൈഫിലെ പ്രോബ്ലംസൊക്കെ എങ്ങനെയാണ് ഓരോരുത്തർ സോൾവ് ചെയ്യുന്നത്, ലൈഫ് എങ്ങനെയാണ് ഫങ്ഷനിങ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ലോങ്ങറായിട്ടുള്ള ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസാണ് ഈ ഓണസ്റ്റ് ടോക്കിൽ നിന്ന് നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെയോടൊപ്പം ഓണസ്റ്റ് ടോക്കിൽ ചേരുന്നത് നിഖിലാണ്. നിഖിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് മാത്രമല്ല, തീർച്ചയായിട്ടും ഈ ഒരു ഓണസ്റ്റ് ടോക്കിൻ്റെ പകുതി ഓണർഷിപ്പ് അല്ലെങ്കിൽ ഈ ഓണർഷിപ്പ് പോസിബിൾ ആവുന്നതിന് മോസ്റ്റ്ലി റീസൺ ആയിരിക്കുന്നത് നിഖിലാണ്. ഇങ്ങനെ നേരത്തെ ഈ ഓണസ്റ്റ് ടോക്ക് എന്ന് പറഞ്ഞൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. പ്രാക്ടിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഒരുപാട് എഫേർട്സും ഒരുപാട് അവേഴ്സ് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ ലോങ് അവേഴ്സ് നിഖിൽ മാത്രമല്ല, നിഖിലിൻ്റെ വൈഫും ഈ ഓണസ്റ്റ് ടോക്കിൻ്റെ പ്രൊഡക്ഷനിൽ വളരെ സിൻസിയർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ നിഖിലെന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള നോളജുള്ള ഒരു റിയൽ ആയിട്ടുള്ള ലൈഫ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ധാരണയുള്ളൊരു വ്യക്തിയാണ് നിഖിൽ എന്ന് പറയുന്നത്. നിഖിലിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു വീട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ റീസെൻ്റ്ലി വീട് വയ്ക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അപ്പോൾ വീട് വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് A to Z എല്ലാ കാര്യങ്ങളും ഡെയിലി ഡിസ്കസ് ചെയ്യുകയും പ്രത്യേകിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടും പല കാര്യങ്ങളും എന്നെ അഡ്വൈസ് ചെയ്യുകയും ചെയ്ത ആളാണ്. അതുപോലെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ നിഖിലുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിഖിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ നിഖിൽ എങ്ങനെയാണ് ലൈഫിനെ കാണുന്നത്, നിഖിലിൻ്റെ ഇതുവരെയുള്ള ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, മാരേജ്, ഫാമിലി, ആസ് എ ഫാദർ, ആസ് എ ഹസ്ബൻഡ്, അതുപോലെ തന്നെ നിഖിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനും നിഖിലിൻ്റെ ഒരു വേൾഡ് വ്യൂ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. നിഖിലിനെ ഞാൻ ഈ ഓണസ്റ്റ് ടോക്കിലേക്ക് ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിഖിൽ ആദ്യം നിഖിലിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിഖിലിൻ്റെ എക്സ്പെർട്ടൈസ് ഏതൊക്കെയാണ്, നിഖിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിഖിലിൻ്റെ ഏരിയ എന്താണ്, അതിനെക്കുറിച്ചെല്ലാം നിഖിൽ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം നമ്മളുടെ കോൺവെർസേഷനിലേക്ക് ഞങ്ങൾ പോകുന്നതാണ്. വെൽക്കം നിഖിൽ. എൻ്റെ പേര് നിഖിലാണ് എന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ്. കോൺട്രാക്ട് ബേസ് ചെയ്തുള്ള വർക്കുകളാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. കൂടുതലും ടെക്നിക്കലായിട്ടുള്ള വർക്കുകൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യമായിട്ടുള്ളത്. നിജേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ വളരെ നാളത്തെ ഫ്രണ്ട്സാണ്. കാരണം എന്തുണ്ടെങ്കിലും നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിരുന്നാലും ഈ പോഡ്കാസ്റ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നാലും എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വൈഫ് 2 കുട്ടികളാണുള്ളത്. 2ഉം ആൺകുട്ടികളാണ്. അയാൻ, ആദിൻ. വൈഫിൻ്റെ പേര് ആതിര എന്നാണ്. പുള്ളിക്കാരിയാണ് ഈ വീഡിയോ മുക്കാലും എഡിറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള സജഷൻസും എനിക്കുള്ള ഹെൽപ്പും ബാക്ക് എൻഡ് സപ്പോർട്ടുകൾ തരുന്നത് വൈഫാണ് ചെയ്തു തരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ടൈപ്പ് വർക്ക് ചെയ്യാറുണ്ട്. അതായത് ഇന്ന ജോലിയിൽ തന്നെ ഡീപ്പായിട്ട് ഞാൻ അങ്ങനെ മൈൻഡ് ഇൻവോൾവ് ചെയ്യാറില്ല.
അതായത് മനസ്സിന് സന്തോഷം തരുന്ന ടൈപ്പ് ജോലികളാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. അല്ലാണ്ട് ഏണിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അത് ഫാമിലിയെ റൺ ചെയ്യാനുള്ളത് ദൈവമായിട്ട് തരുന്നത്, ഞാൻ അത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. മാക്സിമം എൻ്റെ മൈൻഡ് കൂളാക്കി റിലാക്സ് ചെയ്ത് എനിക്കെന്ത് പഠിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ഗുണം ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലുള്ള മാത്രമേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളിൽ എനിക്കത് പഠിച്ചിട്ട് ചെയ്യാൻ കരുതി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കരുതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതായത് ഒരാൾ ഇനി ഇത് പറ്റൂല ഇനി ഇതുകൊണ്ട് യൂസ് ഇല്ല എന്ന് പറയുന്ന സാധനങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് അതൊന്ന് വർക്ക് ചെയ്യിച്ച് എടുക്കാൻ കരുതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ബാക്കി നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം നിഖിൽ പറഞ്ഞതിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആക്ച്വലി നിഖിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ജോലികൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ ഒരു ജോലിയല്ല ചെയ്യുന്നത്, പല ജോലികളാണ് ചെയ്യുന്നത്. അവർ കുറെ കൂടെ വർക്കിൽ സാറ്റിസ്ഫൈഡും ഫുൾഫിൽഡും അവരുടെ ലൈഫിൽ കുറെ കൂടെ മീനിങ്ങും വൺ വേ ഓർ അതർ വേ അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അപ്പം നിഖിലിൻ്റെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിലും നിഖിൽ ഒരു മെയിൻ സ്ട്രീമിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് മാത്രമല്ലല്ലോ, പല മേഖലകളിൽ നിഖിൽ ഏത് സമയവും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണ്. അങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? ആക്ച്വലി അതെങ്ങനെയാണ് പ്രാക്ടിക്കലി ഇപ്പോൾ ഇന്ത്യൻ കണ്ടീഷനിൽ നമ്മൾ നിഖിൽ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. മിക്കയിടത്തും നമ്മൾ ഇലക്ട്രിക് ആയിരുന്നാലും പ്ലംബിംഗ് ആയിരുന്നാലും ഇന്ന പണിയൊന്നുമില്ല. കാരണം നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കോ മറ്റുള്ളവർക്കോ ഗുണമുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. നമ്മളിപ്പോൾ വേറൊരാളുടെ ഒരു കമ്പനിയിൽ പോയി നമ്മൾ ഇരുന്ന് അവർ പറയുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനേക്കാളും കൂടുതലാണ് നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് നേരെ ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ കണ്ടിന്യൂസ് സ്ട്രെസ് പിടിച്ച ജോലി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഒരു ഹാപ്പി ഉണ്ടാവില്ല, ചിലപ്പോൾ വരുമാനം ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് നമുക്കോ മറ്റുള്ളവർക്കോ ഒരു ഗുണമില്ല. ഫാമിലിയും നേരെ നോക്കാൻ പറ്റൂല, അവർക്കും ഒരു സന്തോഷം കൊടുക്കാൻ പറ്റൂല. എന്തൊക്കെ വന്നിരുന്നാലും നമുക്ക് എന്താ പറയാ, മുഖത്തൊരു സന്തോഷം പോലും ഉണ്ടാവില്ല. ചിലപ്പോ നമുക്ക് ഒരുപാട് പൈസയൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സന്തോഷമോ ഫുൾമെന്റോ ഒന്നും കിട്ടില്ല. നമുക്ക് ചെന്ന് കിടന്ന ഉറക്കം പോലും വരില്ല. നാളെ ഇനി എങ്ങനെ അടുത്ത മീറ്റിംഗ് കൂടണം, അല്ലെങ്കിൽ പ്രോഗ്രാം, ഇന്ന ചാർട്ട്, സെമിനാർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 100,000 പ്രഷർ, അങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് നമ്മളുടെ അതായത് ഒന്നിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആവാതെ നമുക്കൊരു വരുമാനത്തിന്, നമുക്ക് കണ്ടിന്യൂസ് വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും സോഴ്സ് വേണം. അത് നമ്മൾ ഫാമിലി ആയ ഒരു ഇതുണ്ട് നമുക്ക്. അതുകൊണ്ട് എന്തായിരുന്നാലും ഫാമിലിക്ക് വേണ്ടി റൺ ചെയ്യാൻ കരുതി ഇത്ര എമൗണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എമൗണ്ട് ഒന്നും വേണ്ട. നമുക്കിപ്പോൾ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ കരുതി, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ ജീവിക്കാൻ കരുതി വലിയ എമൗണ്ട് ഒന്നും വേണ്ട. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കരുതി ജീവിക്കുമ്പോഴാണ് ചിലവ് കൂടുതലും. നമുക്ക് നടന്നും പോവാം, കാറിലും പോവാം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജീവിക്കാനുള്ള നമ്മളൊരു സോഴ്സ് കണ്ടെത്തിയിട്ട് നമ്മളെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ കരുതി പല ടൈപ്പ് ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങളും നമുക്ക് അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴും നമ്മൾ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കും. നമുക്ക് കുറച്ച് ഐഡിയാസ് കൂടുതൽ കിട്ടും. നമുക്ക് നമ്മളെ ലൈഫിലും യൂസ്ഫുൾ ആവും, മറ്റുള്ളവർക്കും അത് യൂസ് ആവും. അത് കണ്ടിട്ടാണ് ഞാൻ അത് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിഖിലിൻ്റെ പ്രായത്തിലുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൾച്ചറിൽ വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണ്? നിഖിൽ അങ്ങനെ വർക്ക് ചെയ്ത ആളാണ്, ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ഫ്രീ ആയിട്ട് പോയി. കാരണം ഞാൻ പണി പഠിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അത് എന്റെ ഒപ്പേരെയും കൂടെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് നമ്മൾ പോലീസിലായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു, SI ആയിട്ടാണ് റിട്ടയർഡ് ആയത്. ക്രൈംബ്രാഞ്ചിലായിരുന്നു റിട്ടയർഡായി. ഇപ്പോൾ വീട്ടിൽ ബാക്കിയുള്ള പബ്ലിക് കാര്യങ്ങളൊക്കെ ആയിട്ട് പള്ളിയിലൊക്കെ ആക്റ്റീവായിട്ട് മെമ്പറായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പപ്പേരോട് ആഗ്രഹമായിരുന്നു നമ്മൾ എല്ലാത്തിലും നമ്മൾ പണി പഠിച്ചിരിക്കണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് പപ്പേരെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ വിട്ടിട്ടുള്ളതും. അതായത് ഫാദറിന് താല്പര്യമായിരുന്നു ഈ ഡെയിലി ഏജ് ഏണിംഗ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നതിനകത്ത് വേറെ സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് ഏണിങ്സ് ഉണ്ടാക്കണോട് പപ്പയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്റെ താല്പര്യം അനുസരിച്ച് വിടാൻ കരുതി താല്പര്യമായിരുന്നു. എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ പോലീസ് ആവണം, പട്ടാളമാവണം, അല്ലെങ്കിൽ ഇന്ന ഗവൺമെന്റ് ജോലി വേണം. നിനക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത്, നിനക്ക് സന്തോഷം തോന്നുന്ന ഏത് കാര്യമായിരുന്നാലും ഇതുവരെ എന്നോട് സമ്പാദിച്ചിട്ട് വരാനോ ഒന്നും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കാരണം തുടക്കം
മുതൽ അവസാനം വരെയും എനിക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞ് ഇന്ന ജോലി കുറഞ്ഞത് അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്യാത്ത ജോലികളൊന്നും ഉണ്ടാവില്ല. ഏത് ജോലിയും സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അതിലൊരു സന്തോഷം കണ്ടത്. ഞാൻ അതിലൊരു ബോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതൊരു ജോലിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു കാര്യം നമുക്കതിൽ പഠിച്ചെടുക്കാൻ ഉണ്ടാവും. അത് എനിക്കല്ലെങ്കിൽ അത് വേറൊരാൾക്ക് അത് ഉപകാരം ഉണ്ടാവും. അപ്പോൾ അത് എന്ത് കാര്യമായിരുന്നാലും ഒരു ചെറിയൊരു കാര്യമായിരുന്നാൽ പോലും ഞാൻ അത് ശ്രദ്ധിച്ച് ഞാൻ അത് നോക്കി ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പ് സ്വന്തമായിട്ട് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ സ്വിഗ്ഗി ഓടാൻ പോയിട്ടുണ്ട്. അപ്പൊ അതേപറ്റി എനിക്ക് അറിയാൻ കരുതി താല്പര്യമുണ്ട്. കാരണം ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിപ്പോ നമ്മൾ ഒരാളടുത്ത് നമുക്ക് പോയി ചോദിക്കാൻ പറ്റില്ല അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അതിൽ ഒരു അംഗം ആയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാമല്ലോ. അതാണ്, അതൊന്നും നമുക്ക് സമയമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കാരണം നമ്മൾ ഒരാളെ പിടിച്ചേർത്ത് ചോദിക്കാൻ പോലെ അല്ല. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് എന്താണ്, നമ്മൾ ചിലപ്പോൾ വീഡിയോസിൽ കാണുക അവർ കുറെ കഷ്ടപ്പെടുന്നുണ്ട്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെ ലൈഫിലും അത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. കാരണം നമ്മളത് വരുമാനത്തിന് വേണ്ടി പോയാലേ നമുക്ക് അതിനൊരു പാടുള്ളൂ. പക്ഷെ നമുക്ക് ഇതേപറ്റി അറിയാനും പറ്റും, നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ്. അതേപോലെ എന്ത് പണിയായിരുന്നാലും ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ ഞാൻ ലേറ്റി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് അതൊക്കെ ഒരു വേറൊരു കൾച്ചർ തന്നെയാണ്. അതായത് അതെന്ന് പറഞ്ഞാൽ നാട്ടിൻപുറത്തുള്ള ആൾക്കാരും അവർ ചെയ്യുന്ന പഴയ രീതികളും അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം തരുന്ന ഒരു കാര്യം. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും അറിഞ്ഞുകൂടാ. ഇനിയുള്ള തലമുറയിൽ ഈ IT ഫിറ്റർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പഠിക്കുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോഴത്തെ കുട്ടികളാരും. കാരണം അതൊക്കെ പഠിച്ചാലേ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ജോലിയുണ്ട്, എന്നാലും ചെയ്യാൻ ആളില്ല. കറക്റ്റ് അളവും കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യാൻ കരുതി ആർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ ഏത് നട്ടിന് ഏത് ബോൾട്ട് ഉപയോഗിക്കണമെന്ന് ഇപ്പോൾ ഉള്ളവർക്ക് അറിഞ്ഞൂടാ. എന്നാ അത് IT ഒക്കെ പഠിച്ച് വരുന്ന മുമ്പൊക്കെ IT-യിലാണ് ഒരു അഡ്മിഷൻ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ അത് കുറച്ചിലായിട്ടാണ് കാണുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗ്, സത്യം പറഞ്ഞ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പണി അല്ലെങ്കിൽ കെട്ടിട പണിയാണ് ഫണ്ടമെന്റലി. വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് പണിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പഠിച്ചു പറഞ്ഞ ആർക്കറിയാം, സ്റ്റെപ്പിന് മാറ്റം അറിഞ്ഞൂടല്ലോ. സ്വന്തം വണ്ടിയിലെ സ്റ്റെപ്പിന് മാറ്റം അറിഞ്ഞൂടാത്തവരാണ് ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങണത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴേ ഇപ്പോഴത്തെ ഇനി അങ്ങോട്ട് എങ്ങനെ പോകുന്ന ആർക്കും അറിഞ്ഞൂടാ. അത് വെച്ച് നോക്കുമ്പോഴേ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളിപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് വർക്കിനും ഓരോ കൾച്ചറും ഓരോ രീതിയുണ്ട്. ഇപ്പൊ എന്ത് കാര്യം എടുത്ത് നോക്കിയിരുന്നാലും, നമ്മളിപ്പോൾ ഇലക്ട്രോണിക് സൈഡ് എടുത്ത് നോക്കിയിരുന്നാലും അല്ലെങ്കിൽ ഹാർഡ്വെയർ സൈഡ് എടുത്ത് നോക്കിയിരുന്നാലും അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡ് അതിൻ്റെതായ രീതിയുണ്ട്, അവർ കൊണ്ടുവരുന്ന രീതിയുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതവും രാഷ്ട്രീയവും ഒന്നും അല്ലെന്ന് പറയും. കാരണം ഇവരുടെ ഒരു പ്രത്യേക രീതിയാണ് അവര് ചെയ്തു വരുന്നതും. അവര് പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നതായിരുന്നാലും ഇന്ററാക്ഷൻ ആയിരുന്നാലും അവര് ഒരു ടൂൾസ് എടുത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയായിരുന്നാലും ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇന്നിപ്പോ ഒരു കുട്ടിയെടുത്ത് ഒരു നൈഫ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കണമെന്ന് പോലും അറിയില്ല. ഇന്ത്യൻ കൾച്ചറൽ ടൂൾസ് ഭയങ്കര അതാണ്. ആ മണ്ണ് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ദേഹത്ത് കൊള്ളാതെ എങ്ങനെ എടുക്കാന്നുള്ളത് പഠിക്കണ ഇങ്ങനെയൊക്കെ പോയാലേ പറ്റുള്ളൂ. അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് ഈ ഇന്നത്തെ തലമുറയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരാണ്. ഇപ്പോൾ AI ആയിരുന്നാലും ChatGPT ആയിരുന്നാലും നമ്മളൊക്കെ ഇപ്പോഴും തപ്പി വരേ ഉള്ളൂ. കാരണം പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അതിനെ വിട്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവർ പൈസ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യാൻ കരുതി അതിനെ വിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജോലി ചെയ്യാം പഠിക്കുന്ന. പക്ഷെ അവർ ചെയ്യുന്ന അങ്ങനെയല്ല. അവർ ഈ AI കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവർ വരുമാനം ഉണ്ടാക്കുന്നവരാ. ഈ എഡിറ്റിംഗ് ആയിരുന്നാലും ഫോട്ടോ എഡിറ്റിംഗ്, ഇപ്പൊ ഒരുപാട് പേര് അതിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ പണ്ടത്തെവരെന്ന് വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ കൂടുതൽ അഡ്വാൻസ്ഡ് എന്നാണ് നമുക്ക് പറയാം. മാറി. കാരണം അവർ അത്രയ്ക്ക് ഡിജിറ്റലിനെ വിശ്വസിക്കുന്നവരാണ്. പണ്ടുള്ളവർക്ക് ഡിജിറ്റൽ ഗാഡ്ജറ്റ് ആർക്കും ഒരു വിശ്വാസമുള്ള സംഗതിയല്ല. കാരണം ഇപ്പോഴും അത് ട്രസ്റ്റബിൾ അല്ല. എപ്പോ വൈറസ് ഉണ്ട്, നമുക്ക് എപ്പോ വേണം അത് കംപ്ലൈന്റ് വരാം. പക്ഷെ ഇപ്പോ കംപ്ലീറ്റ് ഡിജിറ്റലി ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോ നമ്മളെ പോലുള്ള കുറച്ച് 10-20 പേഴ്സി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ആരും പേഴ്സി പോലും പൈസ വെക്കാറില്ല. ഇന്നത്തെ ജനറേഷൻ ആരെങ്കിലും പൈസ ഡിജിറ്റലാണ്, പേയ്മെന്റ് ആണ്. അവര് ഈ കോർപ്പറേഷൻ ചെറിയ ബാങ്ക് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പൊട്ടിപ്പോണത് അതാണ്. കാരണം അവിടെ ഇല്ല, ഗൂഗിൾ പേ ഇല്ല, ഒന്നുമില്ല, നമ്മൾ പോയി അടയ്ക്കണം.
KSEB പോലും ഇപ്പൊ അഡ്വാൻസ്ഡ് ആയി തുടങ്ങി. എന്നാൽ മാത്രമേ അവിടെയെങ്കിലും ആരെങ്കിലും ചെല്ലുള്ളൂ എന്ന്. കാരണം പ്രായമുള്ളവരൊക്കെ പാതി പേര് മരിച്ചു തുടങ്ങി. ഇനി അവർക്കും പിടിച്ചിരിക്കണ്ടേ. അപ്പോഴും അവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിഖിൽ ആദ്യം ഈ പണി പഠിക്കുക എന്നുള്ള രീതിയിലാണല്ലോ ജോലിക്ക് വേണ്ടിയിട്ട്. അത് എത്ര വയസ്സിലായിരുന്നു ഉദ്ദേശം? വയസ്സ് കണക്ക് ഞാൻ അത് ഓർക്കുന്നില്ല. പ്ലസ് ടു 10th. സത്യം പറഞ്ഞാൽ ഞാൻ പണി പഠിക്കാന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് വണ്ടി ഓട്ടിക്കണോ എന്നുള്ള ഒരു ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ബാദുഷ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. അവന് ഇറച്ചിക്കടയിലാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ അന്ന് വണ്ടി പഠിക്കാനുള്ള ഇത് ക്രൈസ് കൊണ്ട് അന്ന് വണ്ടി പഠിക്കാൻ പോയത് ഇവൻ വെട്ടുന്ന വേസ്റ്റ് ഒരു പന്നി ഫാമിൽ കൊണ്ടു കൊടുക്കാനായിരുന്നു. അപ്പൊ എനിക്ക് അവൻ ഈ ഇത് വേസ്റ്റും തന്നുവിടും വണ്ടിയും തന്നുവിടും. 10 രൂപ, അന്ന് 10 രൂപയ്ക്ക് ഷാർജ കിട്ടും. ഷാർജ കുടിക്കാം. അങ്ങനെയാണ് ഞാൻ വണ്ടി പഠിച്ചത്. അങ്ങനെ ഞാൻ ഓരോന്നിലും ഞാൻ എന്തെങ്കിലും ഒരു ഇത് എനിക്ക് യൂസ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും കാണും. ഒന്നല്ലേ എന്റെ വീട്ടിൽ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ കരുതി നടക്കണതായിരിക്കും. അപ്പോഴായിരിക്കും ഞാൻ പോയി പണി പഠിച്ചിട്ടാണ് ഞാൻ വന്ന് എന്റെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യണത്. കാരണം നമ്മളിപ്പോ ഏത് വർക്കായിരുന്നാലും നമ്മൾ പുറത്തുനിന്ന് ഒരാളെ അല്ലെങ്കിൽ ഒരു ടീമിനെ വിളിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു കോസ്റ്റ് ആവും. എന്നാൽ നമ്മളത് സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ആവുള്ളൂ. നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഭംഗിയൊക്കെ കുറഞ്ഞെന്നിരിക്കും. അത് നമുക്ക് എപ്പോ വേണോ ഐഡിയ വരുമ്പോൾ നമുക്ക് മാറ്റി ചെയ്യാം. എന്നാൽ പുറമേ നിന്ന് ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റത് എന്ത് വേണം നമുക്ക് ചെയ്യാം, നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പം സോളാർ, ഇപ്പം നിഖിലിന് അറിയാമല്ലോ, ഇപ്പം എൻ്റെ വീട്ടിൽ സോളാർ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി നിഖിലിന്റെ ഐഡിയ ആണ്. ഇത്രയും ലോ കോസ്റ്റില് സോളാർ വെക്കുമെന്ന് ആരെടുത്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പം ഇപ്പൊ നമുക്ക് 3 kV ചാർജിങ്ങിലും 1 kV പാനലിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലോട്ടിങ്ങില് കിട്ടുന്നത്. അപ്പൊ ഇത് മൊത്തം നമുക്ക് ചെലവായിരിക്കുന്നത് 72,000. അതാണ് ഒന്നീ താഴെ. നമ്മൾ മൊത്തം കൺസ്ട്രക്ഷൻ ഒക്കെ അടക്കി നോക്കിയാലും 10,000 രൂപ, 82,000. അതിനപ്പുറത്തേക്ക് വരും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കും. നമ്മൾ ഒരു HP മോട്ടോർ മോട്ടോർ ഫുൾ ലോഡ് നമ്മുടെ വീട്ടിലെ ഫുൾ ലോഡ് ഉപയോഗിക്കണം. ആ പിന്നെ ഈ പറഞ്ഞ സോളാർ പാനൽ വഴിയാണ് KCB ഓഫ് ചെയ്തിട്ട് ഫുൾ ഓഫ് ചെയ്തിട്ട് ഡേ നൈറ്റ്. പക്ഷെ അതാരും ഇന്നത്തെ ആരും വിശ്വസിക്കില്ല. എന്തുകൊണ്ടാണ് ആക്ച്വലി ഇപ്പം നമ്മളൊരു സോളാർ പാനൽ വെക്കണമെങ്കിൽ തന്നെ ആൾക്കാര് പലരും എന്നെ ലോൺ തരാൻ വേണ്ടിട്ടൊക്കെ SBI എന്ന് വിളിച്ചിരുന്നു. അവർക്ക് തന്നെ ഞാൻ ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞപ്പോ അതിശയമാണ്. അവര് തന്നെ എനിക്കും വെക്കണമല്ലോ, ഇതെവിടെ നിന്നാണ് സാധനം എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിഖിലാണ്. ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്? അല്ല, ഇത്രയും പേയ്മെന്റിലെ കാശിൽ ഡിസ്പാരിറ്റി വ്യത്യാസം വരുന്നുണ്ട്. 72,000 3 ലക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ മലയാളികളെ സംബന്ധിച്ച് റേറ്റ് കൂടിയിരിക്കുന്നത് ബെസ്റ്റ് സാധനം എന്നുള്ള ഒരു തോന്നലുണ്ട്. എപ്പോഴും റേറ്റ് കൂടിയിരുന്നു കഴിഞ്ഞാൽ 10 രൂപ സാധനം കിട്ടിയാൽ രാജസ്ഥാനിൽ നിന്ന് 2 രൂപയ്ക്ക് പറഞ്ഞ സാധനമായിരിക്കും. നമ്മളത് 200 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടി പൊളി സാധനം. എന്നാൽ ഇതൊരു പാവപ്പെട്ടവ 2 രൂപയ്ക്ക് തന്നെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കൊടുക്കൂല, അവനെ കുറ്റവും പറയും. അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അവർ ടിപ്പ് ടോപ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു AC റൂമിനകത്തൊക്കെ ഇരുന്നിട്ട് നിങ്ങൾക്ക് സോളാർ ഇന്ന സബ്സിഡി ഉണ്ട്, നമ്മളത് ശ്രദ്ധിച്ചാൽ സബ്സിഡിക്കാണെങ്കിൽ 10,000 രൂപ കൂടുതലാണ്, 5,000 രൂപ കുറച്ച് തരും. അത് എന്ത് ന്യായമെന്ന് എനിക്ക് അറിഞ്ഞുള്ള കേസാണ്. അവർ ആദ്യം ചോദിക്കും സബ്സിഡി ആണോ അല്ലാതെയാണോ. സബ്സിഡി അല്ലാതെയാണ് വീണ്ടും വില കുറവാണ്. സാധാരണ സബ്സിഡി എന്ന് പറയുന്നത് നമ്മൾ 10,000 രൂപ സാധനം നമുക്ക് ഒരു 5,000 രൂപയെങ്കിലും കിട്ടണം. അതാണ് സബ്സിഡി കൊണ്ട് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഇപ്പം ബെസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള നമ്മളെ സ്മൂൾ വഴി നമ്മളെ ഈ കൃഷി സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ്. അത് ഇതുവരെ പറ്റിപ്പോ ഞാൻ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ അതെനിക്ക് ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പേയ്മെന്റ് കൊടുത്തിരുന്നാലും നമുക്ക് ബാക്കി എമൗണ്ട് നമ്മുടെ സത്യസന്ധമായ രീതിയിലാണ് അത് വാങ്ങുന്നതെങ്കിൽ നമുക്ക് അതിന്റെ കറക്റ്റ് കിട്ടും. പക്ഷെ വേറെ ഒരു കാര്യത്തിലും നമുക്ക് ഈ സബ്സിഡി എന്നുള്ളത് കംപ്ലീറ്റ് പറ്റിപ്പോ യൂസ്ഫുൾ അല്ല. മിക്ക ഇവര് എക്സ്ട്രാ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ലൈറ്റിനിങ് അറസ്റ്റ്, ഈ ഫ്ലാറ്റ് സർഫസിലും ഈ ചെറിയ വീടുകളിലൊന്നും ഇത്രയും വലിയ ലൈറ്റിനിങ്ങിന്റെ അറസ്റ്റിന് ഒരു കാര്യമില്ല. തൊട്ടടുത്ത് ടവർ വെച്ചിരിക്കുന്നവരും ഇതിന്റെ ലൈറ്റിനിങ് ആണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് താഴത്തെ വേറെ ചിലവർ കൊടുത്തിട്ടുണ്ടാവില്ല. ഡേഞ്ചറാണ്. കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഉച്ചി തന്നെ വീഴും. ഈ വീട് അതോടെ തീരും. അത് നമ്മൾ അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം. കറക്റ്റ് എർത്ത് നല്ല ഇത്ര ക്ലാമ്പുള്ളൊക്കെ അടിച്ച് അതായത് ഹൈ വോൾട്ടേജ് ആണ് ഈ ലൈറ്റിനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോഴും നമ്മൾ ചെറിയ 4 സ്ക്വയറിന്റെ വേറും കൊണ്ട് പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപടിയാണ് കേസല്ല. അപ്പോൾ ചെയ്യണമെങ്കിൽ അത് നന്നായിട്ട് ചെയ്യണം. അല്ലാതെ ഈ ബില്ല് മാറാൻ കരുതി ഒരു കാട്ടിക്കൂട്ടി ഇതുണ്ട്. കാരണം ഈ സബ്സിഡി ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എർത്തിങ് വേണം, കറക്റ്റ് ആയിട്ട് 4 പിറ്റ് വേണം,
ഇന്ന ഒയർ വേണം, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില കോമഡി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ തള്ളി നിൽക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ ഒറിജിനൽ കമ്പനി, അകത്തോട്ട് കാണുന്നത് ലോക്കലാണ്. അപ്പോൾ ഇവരെപ്പോഴും ലാഭമാണ് നോക്കുന്നത്. അതായത് ഇവർക്കറിയാം ഒരിക്കൽ വന്ന കസ്റ്റമർ പിന്നീട് വരൂല, ഇനി കഴിഞ്ഞില്ല, അവര് വേറെ ആർക്ക് റെക്കമെൻഡ് ചെയ്യില്ല, അതുകൊണ്ട് അവനെ മാക്സിമം കൊല്ലും. അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും എൻഡ് കസ്റ്റമർ ആണെന്ന് ഈ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി അവന്റെ റെക്കമെൻഡേഷൻ, കാരണം ഇവരൊരു കംപ്ലൈന്റ് വിളിച്ചാൽ ഇവരാരും പോകാനും പോണില്ല, അതുകൊണ്ട് ഇതാണ് എൻഡ് കസ്റ്റമർ. നമ്മൾ മോസ്റ്റ്ലി ഡയറക്റ്റ് കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ ഇടയ്ക്ക് ഒരു ക്ലാമ്പ് നമുക്ക് കിട്ടാതെ, അത് നമ്മളിവിടെ ലോക്കലിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പം ഈ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നതും തമ്മിൽ 3-4 ഇരട്ടിയുടെ വില ഡിഫറൻസ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുപോകാൻ മിനിമം ഒരു 4 സ്റ്റാഫെങ്കിലും ഉണ്ടാവും. ഒന്ന് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ്, അക്കൗണ്ടൻസ്, സെയിൽസ്. അപ്പൊ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? ഇതെല്ലാം എല്ലാം ഈ പാവപ്പെട്ടവൻ വാങ്ങിയാൻ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ്, പക്ഷെ നമുക്ക് സമയത്തിന് കിട്ടൂല. ഈ കൊറിയർ വന്ന് പിന്നെ നമ്മളെ കൊറിയറുകാരനെ താങ്ങി നമ്മളവിടെ വണ്ടി വന്നോന്ന് അന്വേഷിക്കണം. കാരണം ഇത് നമ്മളെ ഇവിടെ പക്ക പ്രൊഫഷണലായിട്ട് ആരും ചെയ്യില്ല. കൊറിയർ വേണേ നമ്മൾ പോയി എടുക്കണം. അപൂർവം ചിലവർ മാത്രമാണ് നമ്മളെ വീടുകളിലൊക്കെ കൊണ്ടുതരുന്നത്. അല്ലെങ്കിൽ ഈ പാനൽ ഇത്രയും വലുതായതുകൊണ്ട് നമുക്കും കിട്ടാൻ വേണ്ടിയിട്ട് അതാണ്. പിന്നെ ഈ മിക്കവരും ഇതായത് ഇന്ത്യയിലുള്ള സ്റ്റാഫുകൾ തന്നെ കുറെ മിസ്യൂസ് ചെയ്യണുണ്ട്. ഇതിനകത്തുള്ള സാധനം മാറ്റുക, കട്ട് ചെയ്ത് മാറ്റുക, അങ്ങനെയൊക്കെ വന്നപ്പോൾ പകുതി ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാതായി. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിനകത്ത് വന്നിട്ട് പൊട്ടിച്ചു നോക്കി. പക്ഷെ നമ്മളത് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരു ഫോണൊക്കെ നമ്മൾ വളരെ ആഗ്രഹിച്ചൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. ഇവര് വന്ന് പിന്നെ വലിച്ചു പൊട്ടിച്ച് അവന് ആ സീരിയൽ നമ്പർ മാത്രം ഫോട്ടോ എടുത്താൽ ഓപ്പൺ ബോക്സ്. അതൊക്കെ സത്യം പറഞ്ഞ ഇൻസൾട്ട് ചെയ്യണ ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ഫോണൊക്കെ വാങ്ങിക്കുന്ന ഒരു ഡ്രീമാണ്. ഫോണിന് വേണമെന്നില്ല, ഒരു ചെറിയൊരു പേന വാങ്ങിച്ചിരുന്നാലും ചിലവർ അത് അത്രയും എവര് വന്നിട്ട് ചേട്ടാ ഇത് ഫുള്ള് തുറക്കണം, തുറന്നാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഇതിനകത്തുള്ള കോഡ് കിട്ടിയാൽ അതിന് പിന്നെ വെട്ടി തുറന്ന് അപ്പൊ അത് അങ്ങനെ ഒരു പ്രശ്നം നമ്മളെ ഇവിടെ വരണുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ആൾക്കാർ മിക്കവാറും വേറൊരു പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആർക്കും ഇതേപ്പറ്റി പഠിച്ചിട്ട് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. കാരണം നമ്മളിപ്പോ ഒരു സാധനം, എന്ത് സാധനം വരുന്നാലും നമ്മളെ ഫോണിൽ തന്നെ നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്നാൽ റെഫ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിലവർ റബ്ബർ ബാൻഡ് ഇട്ട് ഉപയോഗിക്കും, ഇല്ലാത്തവൻ സൂക്ഷിച്ച് ഉപയോഗിക്കും. ചിലവർ 5-10 വർഷം ഒരു ഫോൺ യൂസ് ചെയ്യും, എന്നാൽ 2 വർഷം ഉപയോഗിക്കും. ചിലവർ 6 മാസം ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ പൊട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞവരുണ്ട്. അപ്പൊ അത് അവരുടെ പർപ്പസിനുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാൻ അറിഞ്ഞൂടെന്ന് വേണം പറയാൻ. കാരണം നമ്മൾ എന്ത് സാധനം ചെയ്താലും നമ്മൾ അത് പറ്റി പഠിക്കണം. പഠിക്കാണ്ട് നമ്മളത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സക്സസ് അല്ല. നമ്മളിപ്പോ ഇത്രയും പഠിച്ചിട്ട് പോലും നമ്മൾ വെക്കുമ്പോഴും നമുക്കുള്ള മിസ്റ്റേക്ക് തീർക്കാൻ കയറി നമ്മൾ എന്തോത്രം പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് നമ്മൾ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡെയിലി അതൊക്കെ ഒരു വലിയ ഫുൾഫിൽമെന്റ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നമ്മള്, അതായത് അതിൽ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നിനും കിട്ടില്ല. കാരണം നമ്മൾ അത് ചെയ്തിട്ട് നമ്മളൊന്ന് കസാരയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നിനും കിട്ടൂല. പണ്ട് ദൈവം ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ചിട്ട് തോട്ടത്തിലാക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളുടെ ഒരു ഈ ഫാമിലി മാരേജിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വീട് വെച്ച് ഒരു തോട്ടത്തിന്റെ നടുവിൽ നമ്മൾ താമസിക്കണം. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾഫിൽമെന്റ് എന്ന് വെച്ചാൽ വേറെ ഏത് ഓൾട്ടർനേറ്റീവിലും അത് കിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. അത് മാത്രമല്ല, നമ്മളൊരു വീട് സംബന്ധിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പോലെ, നമ്മൾ ഒരു ചെടി നടന്നായിരുന്നാലും നമ്മൾ ഇൻവോൾവ് ചെയ്ത് ചെയ്യണ ഒരു സുഖം ഒരു ഗാർഡനറെ കൊണ്ടുവന്ന് ചെയ്താൽ കിട്ടൂല. അതേപോലെ നമ്മൾ ഒരു ചെടി വെട്ടുന്നതായിരുന്നാലും ക്രോപ്പ് ചെയ്ത് വിടുന്നതായിരുന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ ചിലപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു സുഖം ഒരിക്കലും നമ്മളൊരു ഗാർഡനർ കൊണ്ടുവന്ന് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ആളെ വെച്ച് ചെയ്തിട്ട് നമുക്ക് വിശാലമായിട്ടിരിക്കാം. അത് പക്ഷേ ഒരു സുഖമാണോ എന്ന് ചിലപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരും ഉണ്ടാവും. പക്ഷേ നമ്മളുടെ ഐഡിയ ഒരിക്കലും ഇല്ല. കാരണം നമ്മളെ മനസ്സിലുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ഒരു 4 ആളെ പണി എടുക്കേണ്ടി അവര് സമ്മതിച്ചില്ല. നമ്മള് ചേട്ടാ ഈ ഒരു കോർണറിൽ നട്ട അടിപൊളിയായിരിക്കും, പറ്റൂല. അവരങ്ങ് പറയാണ്, അവിടെ പറ്റൂല, അവരങ്ങ് പറഞ്ഞ അതാണ്. അടുത്ത് അവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടിരുന്നാലും നമ്മളൊന്ന് ഇപ്പുറത്തൂടെ കറങ്ങിയിട്ട് വരുമ്പോൾ നേരെ തലേദത്തിനെ ചെയ്ത് വെക്കുള്ളൂ. അതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പോഴേ പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ പൈസ ചെലവാക്കിയാലേ എങ്ങനെയെങ്കിലും ചെയ്തിട്ടോ അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത്രയും പൈസ മുടക്കിയാണ്, അതുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൊട്ടിയിട്ട് പോട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്.
ഇപ്പം ബിൽഡിങ് എ ഹൗസ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് എ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ അതൊരു വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നുണ്ടോ ആക്ച്വലി? സത്യം പറഞ്ഞ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ നോക്കുമ്പോ സ്വന്തമായിട്ട് വീട് വെക്കുക. ഇപ്പം നിഖിലിപ്പോ എത്ര വർഷമായി വീട് വെച്ചിട്ട്? ഞാനിപ്പോ ഒരു വർഷത്തിൽ കൂടുതലാവും. വീട്, ഗാർഡൻ, അത് നമുക്ക് കിട്ടുന്ന ഒരു ഫുൾഫിൽമെന്റ് എന്ന് വെച്ചാൽ വേറെ ഡിഫറെന്റ് ആണ്. നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾ സന്തോഷം അത് നമുക്ക് വേറെ ഒന്നിനും നമുക്ക് കിട്ടില്ല, ഒരിക്കലും കിട്ടൂല. പക്ഷേ ഇപ്പോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെ എയിം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് മിക്കവരുടെയും ഞാൻ നോക്കിയിട്ട് എല്ലാവരും അങ്ങനെയുള്ള ജോബുകളാണ്, അവർക്ക് ഇഷ്ടമില്ലാത്ത ജോബുകളാണ് അവർ ആൾറെഡി ചെയ്യുന്നത്. അപ്പോഴേ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇത്തിരി ചുരുണ്ട് കിടന്നാൽ മതി, അവിടെ കിടന്നിട്ട് സമാധാനമായിട്ട് ഉറങ്ങണില്ല. അപ്പൊ അവർക്ക് രാവിലെ അവര് ജീവിതം ആൾറെഡി കടം. കാരണം നമ്മളെ ഇവിടത്തെ സമൂഹത്തിൽ അവര് വരവിനെക്കാളും ചെലവാണ്. കാരണം ഒന്നും വരുന്നില്ല. അവർ എന്തോ അത്ര എന്നാ ഇവര് നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നവരുണ്ട്. എനിക്ക് എന്റെ ചില ഫ്രണ്ട്സിനെ ഞാൻ രാവിലെ 7 മണിക്ക് പോയിട്ട് രാത്രി 10-11 മണി വരെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് അവനും കിട്ടുന്നത് 12-13 രൂപയൊക്കെ ആയിരിക്കും, 15,000 ആയിരിക്കും. എന്നാൽ ഹയർ ആയിട്ടുള്ളടത്ത് നമ്മൾ പോകുമ്പോഴേ എക്സ്പീരിയൻസ് ഇല്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം നമ്മൾ ഓരോ വർഷം ഓരോ ബാച്ചും ഓരോ കോളേജിൽ നിന്നും പാസ് ഔട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്കൊന്നും ചെയ്യാൻ കരുതി പണിയില്ല. പിന്നെ ചെയ്യാൻ ഞാൻ താഴ്ന്ന പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവനെ അത് ചെയ്ത് തൃപ്തിയാക്കാനും പറ്റില്ല. സോഷ്യൽ സ്റ്റാറ്റസും ഇല്ല, മെയിനായിട്ട് ആരോഗ്യമില്ല. അങ്ങനെ വേണം പറയാൻ. ചെയ്യാനുള്ള ആരോഗ്യമില്ല. കാരണം ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ വരുമാനമുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പൈസ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വാനം വെട്ട് അല്ലെങ്കിൽ കുഴിയെടുക്കുക അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ കല്ല് ചൂന്ന് കയറ്റുക. നമ്മൾ സാധാരണ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ ചെയ്യുമായിരിക്കും, ഞാൻ ഒരു ദിവസം ചെയ്യും, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ചെയ്യും. നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റൂല. നമ്മളെങ്കിൽ പിറ്റേന്ന് പനിയും പിടിച്ച് കിടക്കും. വേണമെങ്കിൽ നമുക്ക് ഡയലോഗ് ചെയ്യാം, നമ്മളങ്ങനെ ചെയ്തോളാം. ഇതൊന്നും അല്ല സത്യാവസ്ഥ. നമ്മൾ ഒരു കുഴി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുപ്പി കൈ വെച്ച് എത്ര നേരം വലിക്കുമെന്ന് നമുക്കറിയാം. ഒരു ദിവസം പറ്റും. അത് നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് അല്ല ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ പോലീസിനും പട്ടാളത്തിനും ചേർന്ന് അതിനും പറ്റൂല. കാരണം അവരെടുക്കുന്ന എഫേർട്ട് ഒന്നും ഇന്നത്തെ നമ്മളെ കൊണ്ടൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്കേ അത് പറ്റുള്ളൂ. കാണുമ്പോൾ അവർ ടിപ് ടോപ്പ് ഒക്കെയാണ്, അല്ലെങ്കിൽ സിനിമയെ കാണുമ്പോൾ ഗ്യാസ് അന്വേഷണവും കാര്യങ്ങളും. കാരണം ഇതിന്റെ ബാക്ക് എൻഡിൽ അത്രയും വർക്കും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ആർമി എടുത്ത് നോക്കിയിരുന്നവര് അവര് എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അതാണ് വേറെ ലെവലാണ്. രാവിലെ 3 മണിക്ക് എണീക്കുന്നവരവര് രാത്രി ഉറങ്ങുമെന്ന് തന്നെ സംശയമാണ്. ഫുൾ ടൈം ഡ്യൂട്ടി. അവർക്ക് ഫാമിലി ഇല്ല, എല്ലാരെയും കളഞ്ഞിട്ട്. എന്നാ അവർക്ക് പൈസയുണ്ട്, പക്ഷെ അത് ഉപയോഗമില്ല. ലൈഫ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിപ്പോ ഗൾഫിൽ തന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ രാത്രിയും പകലും ജോലി ചെയ്യാൻ. അവൻ ഇവിടുന്ന് വീടും വെച്ചിട്ട് വിറ്റിട്ടാണ് ഗൾഫിൽ പോയത്. ഇപ്പൊ അവൻ വീട് വെക്കാനാണ് അവിടെ കിടന്ന് ജോലി ചെയ്യണത്. അങ്ങനെ ഒരുപാട് കേസുകൾ ആക്ച്വലി ഉണ്ട്. ലൈഫ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ വേറെ എന്തിനോ വേണ്ടി ടൈം ചെയ്യുമ്പോ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിട്ട് ഒന്നിനെ നശിപ്പിച്ചിട്ട് അത് വേറൊന്നല്ല, അതിന് തന്നെ അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഫാമിലി ലൈഫ് തന്നെ ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കയ്യിലിരിക്കുന്ന കളഞ്ഞിട്ട് അതേപോലെ ഒന്നിനെ തന്നെ വീണ്ടും മോൾഡ് ചെയ്യാന്ന് പറയുന്നത്. അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. അത് നമ്മളെ ഇതിലാണ് കൂടുതലും വരുന്നത്. അത് മിക്കതായിരുന്നാലും ഇപ്പൊ ജോലി തന്നെ ഇപ്പൊ അത് കളഞ്ഞിട്ടാണ് ഉള്ളതിനെ ഒന്നാവും മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഹാപ്പി ആയിട്ട് ചെയ്യണം. ഇനി അല്ലെങ്കിൽ അവിടെ അത്രയ്ക്ക് ഇഷ്യൂസ് ആയിരിക്കണം. കാരണം അത്രയ്ക്ക് മെന്റലി സ്ട്രെസ്സും, അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം, അല്ലെങ്കിൽ മേളിലോട്ട് ഇരിക്കുന്നവർ കംപ്ലീറ്റ് ജോലികളായിരിക്കും മിക്ക കമ്പനികളിലും. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ 90% ഇതായിരിക്കും, അല്ലെങ്കിൽ ശമ്പളം തരൂല. ഞാൻ തന്നെ എത്ര കമ്പനികളിൽ ജോലി ചെയ്തിട്ട് എനിക്ക് ഇനിയും ശമ്പളം കിട്ടാറുണ്ട്. ഞാൻ തരാത്തവരുണ്ട്. ഞാൻ തന്നെ നമ്മൾക്ക് പിന്നെ അതായത് നമ്മളെ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു ജോലിയും ചെയ്തിട്ട് നമ്മൾ ഇരക്കേണ്ട ഇതാണ് സാഹചര്യമാണ്. നമ്മൾ കൂലിപ്പണിക്ക് പോലും സമയത്തിന് കിട്ടൂല. ആ പറ്റിപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ വളരെ ചുരുങ്ങിയ കമ്പനികളിൽ മാത്രമേ ഇപ്പൊ കറക്റ്റായിട്ട് ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ബാക്കി എല്ലായിടവും നമ്മൾ ജോലിയും ചെയ്തിട്ട് പട്ടിയെ പോലെ ജോലി ചെയ്യിപ്പിക്കും. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മീറ്റിംഗ് കൂടക്കും, ഇതാണ്. എന്നാൽ ശമ്പളം കറക്റ്റ് ചെയ്യല്ല. ഇപ്പൊ നിഖിലൊരു ഓൾറൗണ്ടർ ആയിട്ടല്ലേ പല കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയാം. നിഖിലിനെ എക്സാജുറേറ്റ് ചെയ്ത് പറയുകയല്ല, പക്ഷെ ആ പൊട്ടൻഷ്യൽ എല്ലാം ഉപയോഗിക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഇല്ല. കാരണം എന്തുകൊണ്ടായിരിക്കും? ഇല്ല, അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ളത് വേണ്ട. അവര് ആൾറെഡി ഒരു കമ്പനി കഴിയുമ്പോൾ അവരൊരു ബിൽഡ് ചെയ്ത് ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് അതിനുള്ള തരൂല. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആകും. നമ്മളിപ്പോ ഏത് കമ്പനി ആയിരുന്നാലും നമ്മളിപ്പോ ഏതെടുത്തിരുന്നാലും നമ്മൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ചെറിയൊരു ഇത് വന്നാൽ മതി, നമുക്ക് പെട്ടെന്ന് പ്രയാസം വരും. മറ്റേത് നമ്മൾ അവർക്ക് ആവശ്യമുള്ളത്, കാരണം അതിനാണല്ലോ നമ്മൾ അവർ ജോലിക്ക് വെച്ചത്. ഇപ്പോ നമ്മളെ സ്വന്തം കമ്പനിയൊന്നും അല്ലല്ലോ. അത്ര മരിച്ചാണ് ഞാൻ ചിലരുണ്ട്, ഞാൻ മരിച്ചാണെന്ന് രാത്രിയും പകലില്ലാതെ ജോലി ചെയ്ത് ഇന്നൊരു ചെറിയൊരു കേസിനാണ് എന്നെ പുറത്താക്കിയത്. കാരണം അവര് നോക്കുന്നത് അവരെ കാര്യം നടന്നാൽ മതി. എംപ്ലോയി അവരങ്ങനെ കാണുള്ളൂ. അവര് എത്ര തോളി കൈയിട്ട് നടന്നിരുന്നാലും അവര് നമ്മളെ കാണുന്നത് സ്റ്റാഫായിട്ട് തന്നെയാണ്. നമ്മളെ ഒരിക്കലും അളിയാ മച്ചാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് കയറി പോകരുത്. അത് നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവരെ ജോലിക്കാരനാണ് എപ്പോഴും. അപ്പോഴും നമ്മൾ ഒരു പടിക്ക് ആ ബഹുമാനത്തോടെ തന്നെ മാറി നിൽക്കണം. നമ്മൾ അവിടെ കയറിയ സാർ എനിക്ക് കയറി ഇരിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇന്നും പോയി ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവണ കേസല്ല. പിന്നെ അവരൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അവിടെ ഹെഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ ഒരു പ്രോജക്റ്റിനെ മോൾഡ് ചെയ്യാനൊക്കെ അവർ R&D ടീം അതിനൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാഫായിട്ട് പോയിട്ട് നമ്മൾ അതിന് ഐഡിയാസ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് നമ്മൾ ഐഡിയ എടുത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെയുള്ളവർ ഈ പണിക്ക് ഇറങ്ങൂല. അങ്ങനെ ഐഡിയ ചോദിച്ച് ചെയ്യണമെന്നാണെങ്കിൽ ആ കമ്പനി വിജയിക്കുകയില്ല. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല കമ്പനീസിന് ഞാൻ നിന്നിട്ടുണ്ട്. അതായത് എനിക്ക് വർക്കില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് വരണത്, അതായത് മതിയാക്കിയിട്ട് വേറെ നോക്കുക. കാരണം ഞാൻ അവിടെ അവർക്ക് ബുദ്ധിമുട്ടിക്ക് നിൽക്കില്ല. ഞാൻ ഇപ്പോഴും പ്രൈവറ്റ് ജോബാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. കോൺട്രാക്റ്റ് ആയിരിക്കും വർക്ക് പോകുന്നത്. അപ്പോൾ മാക്സിമം അവർക്ക് വർക്ക് ഞാൻ മാക്സിമം ചെയ്തു തീർക്കാം. അപ്പോൾ മിക്കതും വൈൻഡപ്പിംഗ് ആണ് വരുന്നത്. അവർ ചിലപ്പോൾ ഒരു ലോട്ടായിരിക്കും അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബാച്ച് എടുത്തുള്ള വർക്കായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു പ്രോജക്റ്റ് അവർക്ക് ഇത്ര ഇയറിനെന്നായിരിക്കും, ഒരു 1 ഇയർ കോൺട്രാക്റ്റ് അങ്ങനെയാണ്, 1 ഇയർ 2 ഇയർ. അപ്പം അതനുസരിച്ചാണ് ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാണ്ട് എനിക്ക് ഏതെങ്കിലും വേക്കൻസി ഒരു ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ഞാൻ പോയി ചെയ്യാറുണ്ട്. അതിലും എനിക്ക് കണ്ടിന്യൂസ് ഞാൻ ചെയ്യുമ്പോൾ അതിൽ തന്നെ ഓവർ സ്ട്രെസ് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫാമിലിയെ നോക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നമുക്ക് ഒന്നിലും നമുക്കൊരു തൃപ്തി ഉണ്ടാവൂല, നമുക്കൊരു ഫ്രീ ഉണ്ടാവൂല. അല്ലെങ്കിൽ ഒരു ദൂരോട്ട് പോയി ജോലി ചെയ്യാൻ. കാരണം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ച ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നമുക്ക് എവിടെ വേണോ പോവാം, അമേരിക്കയിലും പോവാം. പക്ഷെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങണ ഒരു സുഖം വേറെ ഒരിടത്ത് പോയാലും കിട്ടില്ല. വാസ്തവം ഞാൻ പലയിടത്തും പോയി കിടന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സുഖം ഒന്നും വേണ്ട, നമ്മൾ കുളിക്കുന്ന ബാത്റൂമിൽ പോയി കുളിക്കാൻ കിട്ടുന്ന ഒരു സുഖം 5 സ്റ്റാർ ഹോട്ടലിലെ ബാത്റൂമിൽ പോയി കുളിച്ചാലേ കിട്ടൂല. അത് സത്യമായ കാര്യമാണ്. അത്രയും നമുക്ക് ഗ്രൗണ്ടഡായ ലൈഫ് റിയലിസ്റ്റിക്കലി കണ്ടക്ട് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. ഒന്നും വേണ്ട, ആ വെള്ളം പോലും നമ്മൾ ആ വീട്ടിൽ നിന്ന് എടുത്ത പൈപ്പിൽ നിന്ന്, അത് ടാപ്പ് ഒരു ഫിൽറ്ററും ഇല്ലാതെ ടാപ്പിൽ നിന്ന് എടുത്ത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ പോലും നമ്മൾ ഒരിടത്ത് പോയാലും നമുക്കത് കിട്ടൂല. അപ്പൊ അത് മാക്സിമം എൻജോയ് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതിന് ഞാൻ മാക്സിമം ഞാൻ ഇവിടെയൊക്കെ നിൽക്കാൻ തന്നെ നോക്കുന്നു. ഇപ്പം ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് പർപ്പസിന് മാത്രമാണ് ഫ്ലാറ്റുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള. അല്ലാതെ നമുക്കൊരു വീടുണ്ടാവുക, ചുറ്റും ഒരു ഗാർഡൻ ഉണ്ടാവുക, നമുക്ക് നടക്കാൻ ഒരു സ്പേസ് ഉണ്ടാവുക, നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനോ പൂന്തോട്ടമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊന്നും ഇല്ലാതെ ഫ്ലാറ്റുകളിൽ ലൈഫ് കണ്ടെത്തുക എന്നുള്ളത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്നും അകന്ന് പേടിച്ച് ഒളിച്ച് താമസിക്കുന്നവർ മാത്രമേ ഈ ഫ്ലാറ്റിൽ കഴിയുള്ളൂ കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഒരാളെ കാണണമെങ്കിൽ വരെ സെക്യൂരിറ്റി ചെക്കിങ്, അല്ലെങ്കിൽ ഫിംഗർ സ്ക്രീന്, അങ്ങനെ പല സ്റ്റേജ് കഴിഞ്ഞാലേ ഇവരെ ഫ്ലാറ്റിൽ എത്താൻ പറ്റുള്ളൂ. പബ്ലിക്കായിട്ട് ഒരു കണ്ടക്ട് ഇവരെന്തിനു ജീവിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അവരെന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പറ്റൂല. അവര് അങ്ങനെ പൂട്ടി അതിനേക്കാളും ജയിലിൽ പോയി കിടക്കണതാണ് നല്ലത്. ഇതിനേക്കാളും സെക്യൂരിറ്റി ഉണ്ടാവും. ആ ഒരു രീതിയാണ്. അത് മാത്രമല്ല, അവർക്ക് ഒരു ഫ്രീഡം ഇല്ല. കാരണം അവർ എന്ത് ചെയ്താലും അവർ പേ ചെയ്യണം. അവരെ ഫ്രണ്ടൊന്നും ക്ലീൻ ചെയ്യണമെങ്കിൽ പേ ചെയ്യണം. ആ സെക്യൂരിറ്റിക്ക് കൊടുക്കണം. ലിഫ്റ്റിൽ അവരെ വീട്ടിന്റെ നടയിൽ ചെന്ന് കയറണമെങ്കിൽ ലിഫ്റ്റിൽ വരെ കൊടുക്കണം. എന്നാൽ ലിഫ്റ്റ് ഓണേഴ്സിന് പോലും വീട് സ്വന്തമാണെന്ന് ചോദിച്ചാൽ സ്വന്തമല്ല, പക്ഷെ മന്ത്ലി മെയിൻ്റെനൻസ് ചാർജ് അത് അതായത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വാടക കൊടുക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ എന്നിട്ടും ആൾക്കാർ ആ ഒരു മെക്കാനിക്സ്ഡ് ആയിട്ടുള്ള ലൈഫിൽ എങ്ങനെയാണ് ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് കണ്ടെത്തുന്നത് എന്നുള്ളത് ഒരിക്കലും എനിക്ക് മനസ്സിലാവില്ല. ഒബ്വിയസ്ലി ഇപ്പൊ ഒരു കുടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും നമുക്ക് അതിനുള്ള കപ്പാസിറ്റി നമുക്കുള്ളതെങ്കിലും ഒരു റൂമേ നമുക്കുള്ളതെങ്കിലും അതിനേക്കാളും ഞാൻ സസ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഒബ്വിയസ്ലി ആൻസൈറ്റിയും ഡിപ്രഷനും കൂടുതലാവാനാണ് സാധ്യത. ഒബ്വിയസ്ലി ഈ ഹട്ടിൽ താമസിക്കുന്നവർ കുറവായിരിക്കും. അവർ റിയാലിറ്റിയിലും ഗ്രൗണ്ടിലും അല്ല ജീവിക്കുന്ന എന്നുള്ളതാണ്. കാരണം ഒന്ന് ഉറച്ച് തുമ്മാൻ പോലും പറ്റില്ല. ഈ അടുത്ത ഫ്ലാറ്റ് കംപ്ലൈന്റ് ചെയ്യും. ഒന്നും തുമ്മാൻ പറ്റില്ല, ഒരു പാട്ട് വെക്കാൻ പറ്റില്ല,
ഒന്ന് ഒന്ന് എന്തോ ഒരു ബഹളം വല്. ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളെ പിള്ളേരൊക്കെ ബഹളം വെച്ച് തുടങ്ങിയാൽ ഒരു മയം ഉണ്ടാവില്ല. ഇതെങ്ങാനും ഫ്ലാറ്റിൽ കിട്ടുമോ? കാരണം അവരെ കുട്ടികളെ പോലും അങ്ങനെ അങ്ങനെ അടച്ചിട്ടാണ്. കുട്ടികൾക്ക് മണ്ണിൽ ചവിട്ടാൻ പോലും പറ്റില്ല. മണ്ണില്ല, മണ്ണുണ്ടെങ്കിൽ ഇനി ചവിട്ടായി. മണ്ണ് വേണമെങ്കിൽ ഇനി പുറത്തു പോകണം. ഇതിനകത്ത് ഒരു സംഗതിയില്ല. അത് മാത്രമല്ല, ഈ ബാൽക്കണി പോലും നെറ്റ് ഇട്ടിക്കുകയാണ്. കാരണം ഡ്രസ്സ് അപ്പുറത്ത് പുറത്തു പോകും, വീഴാതിരിക്കാൻ കരുതി. അപ്പൊ അതിൽ പോലും നമുക്ക് കംപ്ലീറ്റ് സത്യം പറഞ്ഞ ജയിലിൽ തന്നെയാണ്. അതിലൊരു പക്ഷേ അതിൽ എന്തുണ്ടെന്ന് ഇപ്പൊ ഓഫീസ് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലായിട്ടോ അങ്ങനെയെല്ലാം കൊടുത്താൽ ബിസിനസ് പർപ്പസിലാണ്. അല്ല നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു ലൈഫ് എന്നുള്ള നിലയിൽ അത് ഫ്ലറിഷ് ചെയ്ത് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അത് ഈ ഫ്ലാറ്റിന്റെ അതേ രീതി തന്നെയാണ് നമ്മളിപ്പോ ടെക്നോ പാർക്ക് എടുത്തിരുന്നാലും നമ്മളിപ്പോ ഏതെങ്കിലും ഏത് ബിൽഡിംഗ് എടുത്തിരുന്ന ബിൽഡിംഗ് ആയിട്ടുള്ള നമ്മളെ ഏത് പറയാം DPIയിലുള്ള കോർപ്പറേഷൻ ഓഫീസ്, അതൊക്കെ നിലയായിട്ട് പല ഡിപ്പാർട്ട്മെന്റ് ആ ഒരു കാറ്റഗറിയാണെ ഓക്കെ. വർക്കിംഗ് എൻവയോൺമെന്റിന് ഓക്കെ, നല്ല പ്രൈവസിയാണ്. ഇന്ന ഉള്ളത് അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഓക്കെ. അല്ലാതെ താമസിക്കാൻ കരുതി അതിലെന്ത് ഒരിക്കലും അത് യൂസ്ഫുൾ അല്ല. ഈ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന കഴിയുന്നവർക്ക് അത് പറ്റൂല. റിയലി നമുക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മുടേതായിട്ടുള്ള ഫുൾഫിൽമെന്റിലും സാറ്റിസ്ഫാക്ഷനിലും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഫ്ലാറ്റിൽ എന്നിട്ട് സ്വന്തം വണ്ടി പോലും താഴെ കൊണ്ടാണ് സ്ഥലത്തിട്ടാണ്. അത് മാത്രമല്ല, പണ്ടുള്ള നമ്മളെ നമുക്ക് ചെന്ന് കയറാൻ കരുതി ഒരു വീടുണ്ടല്ലോ എന്നുള്ളത് ഒരു നമ്മൾ എവിടെ പോയാലും നമുക്ക് അവസാനം അത് ഇപ്പൊ നമുക്കിപ്പോ ഒരു ജോലി പോയി അല്ലെങ്കിൽ കൊറോണ വന്നു, നമുക്ക് ചെന്ന് കയറാൻ വീടുണ്ടല്ലോ. എന്നാൽ ഇവിടെയാണെങ്കിൽ അടുത്ത മാസം റെന്റ് അടത്തില്ലേ വെളിയിലാണ്, നമ്മള് വാടക കൊടുത്തില്ലേ കൂടുതലാണ്. അത് പിന്നെ പൈസ ചുമ്മാ കിട്ടുന്നവർക്ക് വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചിടാം. അത് ചേട്ടൻ പറഞ്ഞ പോലെ മറ്റുള്ളവരെ കാണിക്കാൻ കരുതിയാണ്. അല്ലാതെ അവരതിൽ സന്തോഷമോ അതുപോലെ കാണുമെന്ന് എനിക്ക് ലൈഫ് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. ആണ്. പിന്നെ പെട്ടെന്ന് അക്സസബിൾ ആണ്. ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് അക്സസബിൾ ആണ്. റിയാലിറ്റി എന്തെങ്കിലും സാധനം വാങ്ങാനാണെങ്കിലും മറ്റു ഓഫീസുകളാണെങ്കിലും. പക്ഷെ അതല്ലല്ലോ, വളരെ റിമോട്ട് ആയിട്ട് മാത്രമാണ് അങ്ങനെ എമർജൻസി സിറ്റുവേഷൻസ് അക്സസബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ഒന്നും വേണ്ട കേട്ടോ, നമ്മൾ ഇത്രയും നല്ല ദൂരെ നിന്നാണ് നമ്മൾ ഓഫീസുകളിൽ പോകുന്നത്. എന്തായാലും 10 കൂടുതൽ കിലോമീറ്റേഴ്സ് നമ്മൾ ഓടാം. പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ ഓരോന്ന് കാണുന്നത്, നമ്മൾ ഈ യാത്രയിൽ കാണുന്ന അനുഭവങ്ങൾ വേറെയാണ്. നമ്മൾ ഈ റോഡിൽ വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ നമ്മളെ കടകൾക്ക് വരുന്ന വ്യത്യാസം, ഈ റോഡിൽ എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്നടത്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളിപ്പോ റോഡിൽ പോകുമ്പോൾ നമുക്ക് ഓരോ പല ഈവന്റ്സും കാണാറുണ്ട്, ഓരോ പരിപാടിയുണ്ട്. അതൊരു 2 മിനിറ്റ് കണ്ടാൽ തന്നെ നമുക്കൊരു സന്തോഷം. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്നില്ല, പാസ് ചെയ്ത് പോകുമ്പോ കണ്ടത് ഇവരെന്തിനാണ് ഇത് ചെയ്യണമെങ്കിൽ ഇവർക്ക് വേറെ ഒരു പണിയില്ല. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് വരാൻ നമുക്കത് അതിൽ നിന്ന് കിട്ടും. അതൊരു പ്രത്യേക ഒരു മനസ്സിനൊരു, അതായത് നമ്മളിപ്പോ ഓഫീസിലായിരുന്നാലും നമ്മൾ ചിലപ്പോ പല വർക്കും ചെയ്തിട്ട് നമ്മൾ പക്ഷെ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. അത് മാത്രമല്ല, നമുക്ക് പുതുതായിട്ട് എന്ത് ചെയ്യാം, അല്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ടാണല്ലോ കാണുന്നത്. സ്ക്രീനിലോ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കാണുന്ന പോലെ നമ്മൾ നേരിട്ട് കണ്ട് നാക്കഡ് ഐ വെച്ച് കാണുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ വളരെ ഇതാണ്. നമ്മളിപ്പോ തന്നെ എന്തെങ്കിലും ഒരു സാധനം കണ്ട്, അല്ലെങ്കിൽ റോഡ് സൈഡിൽ എന്തെങ്കിലും നമുക്ക് ഉടനെ ഇറങ്ങി എന്താണെന്ന് നമുക്ക് ചെയ്യാം. നമുക്ക് കാരണം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞും കൂടെ ആയിരിക്കും ഇത് തിരിച്ചൊന്നും ചോദിക്കാനും പറ്റില്ല. കാരണം അല്ല, മിക്കവർക്കും മടിയാണ് പോയിട്ട് ചേട്ടാ ഇത് എന്തോന്നാണെന്ന് ചോദിക്കാൻ മിക്കവർക്കും മടിയാണ്. പക്ഷെ ആ മടി കാണിക്കും തോറും അവര് തന്നെ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ആർക്കും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഉടനെ ചോദിക്കില്ല, ചേട്ടാ എന്താണ് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, നമ്മള് അങ്ങനെ. പക്ഷെ അങ്ങനെ ഇന്നത്തെ കാര്യം മിക്കവർക്കും മടിയാണ്. ഈ വേറൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഇപ്പം സ്ട്രേഞ്ചേഴ്സ്, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ ആർക്കും ഇപ്പം താല്പര്യം. അത് മാത്രമല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്റേൺസുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവരുടെ ചോദിച്ചു, US ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അവരുടെ ഒരു പെറ്റും ഒരു സ്ട്രേഞ്ചറും വെള്ളത്തിൽ പോവുകയാണെന്ന് വെച്ചോളൂ. അപ്പം ഇവര് ആരെയാണ് രക്ഷിക്കുക, ഈ പെറ്റിനെ രക്ഷിക്കുമോ ഈ സ്ട്രേഞ്ചറെ രക്ഷിക്കുമോ എന്നുള്ളത്. അവരെല്ലാരും പറയുന്നത് പെറ്റിനെ രക്ഷിക്കുക. അപ്പൊ അത് ഒരു ആൾക്കാരുടെ മോറൽ വാല്യൂ അല്ലെങ്കിൽ ഫെലോ ഹ്യൂമൻ ബീയിങ്സിനെ കാണുന്ന അപ്രോച്ചിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച്
പക്ഷെ അതിനുശേഷം അവർ വളരെ അവരുടെ ആർഗ്യുമെന്റ് ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞു, അതാണ് ഇതാണ്. അപ്പം ഞാൻ ഇവർ യഥാർത്ഥത്തിൽ അത് വിശ്വസിച്ചിട്ടാണോ ഇവർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആർഗ്യുമെന്റ് എഴുതി തരാൻ പറഞ്ഞപ്പോൾ ഇവരുടെ പോയിന്റുകളൊക്കെ അവർ മാറുകയാണ്. ആക്ച്വലി കുറെ കൂടെ ഈ പറയുന്നത് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് അത് റിയൽ ആണോ എന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുമ്പോഴാണ് പലപ്പോഴും അവർ തന്നെ ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സ്ഥാനത്ത് ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് മാത്രമല്ല ചേട്ടാ, ഈ പെറ്റ്സിനായിരുന്നാലും ഏത് അനിമൽസിലായിരുന്നു സ്വയം രക്ഷിക്കാനുള്ള കഴിവ് ദൈവം ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല. അത് താനെ കയറി പൊയ്ക്കോളൂ. അതിപ്പോ ഏത് ജീവിയായിരുന്നാലും പല്ലി സഹിതം വെള്ളത്തിൽ വീഴുന്ന അത് കയറി പൊയ്ക്കോളൂ. ഇപ്പൊ പട്ടിയായിരുന്നാലും പൂച്ചയായിരുന്നാലും ഏത് വെള്ളത്തിൽ വീഴുന്നതിനാലും അത് താനെ അങ്ങ് പൊയ്ക്കോളൂ. അല്ലെങ്കിൽ അതിന് അത്രയ്ക്ക് ഒരു ഫോഴ്സ് വലിച്ചു പിടിച്ചാൽ മാത്രമേ അതിന് പറ്റാതെ ഉള്ളൂ. ബാക്കി ഏതൊരു ജീവിയായിരുന്നാലും സ്വയം രക്ഷിക്ക്. സുനാമി വന്നാൽ വരെ നേരത്തെ അതിന് മനസ്സിലാവും. അതൊക്കെ പൊയ്ക്കോളൂ. പൊട്ടന്മാരായ മനുഷ്യർക്ക് മാത്രമേ ഒന്നും മനസ്സിലാവാതെ ഉള്ളൂ. അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി നോക്കും. ആ ഒരു ഇതാണ് കാറ്റഗറി വരുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കേട്ടാ, ഈ നമ്മൾ പബ്ലിക്കിൽ നമുക്ക് അറിയാന്നുള്ള ബന്ധുക്കളോ അവരുടെ അടുത്തൊന്നും അധികം സംസാരിക്കണേ, അവര് സത്യം പറഞ്ഞാൽ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമേ നമ്മുടെ അടുത്തൊക്കെ വരാറുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ അയൽക്കാരനെ സ്നേഹിക്കുക അതൊന്നും നമ്മൾ കാണുമ്പോൾ സംസാരിക്കുക, കാരണം അവനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങി നമ്മൾ സംസാരിക്കണം. കാരണം നമുക്കിപ്പോൾ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടെ ഉള്ളവരോ നമ്മൾ ഈ ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ് ഉണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ റോഡിൽ ഇരിക്കുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കഴിഞ്ഞ മാസം ഞാൻ വണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണിലൊരു പൊടി വീഴുന്നു. റോഡിൽ ഞാൻ നടുക്കാണ് ഞാൻ വണ്ടി ചവിട്ടി വെച്ചത്. അപ്പോൾ റോഡിൽ നിന്നവരാ എന്നെ ഓടി വന്ന് എന്തോന്ന് ചോദിച്ചു വന്നത്. കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെയായിരുന്നു. അപ്പോഴും എന്റെ പരിചയക്കാർ ചിലപ്പോൾ ഇതിലേ പോകണ്ടായിരിക്കും, അവർ സൈഡ് പോകുന്നതല്ലാതെ. കാരണം എന്നെ ഹെൽപ്പ് ചെയ്തത്, എന്നെ ഇത്രയും നാളും ഹെൽപ്പ് ചെയ്തത് ഇതുവരെ എന്റെ ബന്ധുക്കളോ ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒന്നേ പബ്ലിക്കിൽ നിന്ന് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ ഫാമിലി പാരന്റ്സ് എന്ന് മാത്രമേ എന്തെങ്കിലും നമുക്ക് സപ്പോർട്ട് വന്നിട്ടുള്ളൂ. ഈ നൈബർഹുഡ് ഇന്ററാക്ഷൻ ഭയങ്കര കുറഞ്ഞു വരികയല്ല. ആക്ച്വലി ഇപ്പൊ നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊരു മുട്ട ചോദിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ചക്ക ഉണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ നമുക്കൊരു മാങ്ങ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യുക. പക്ഷെ ഇപ്പൊ അത് ഭയങ്കര കുറവ്. ഫ്ലാറ്റ് വന്നതിന് ശേഷം തീരെ ഇല്ല. പക്ഷെ അല്ലെങ്കിലും പൊതുവിൽ അത് കുറഞ്ഞു വരികയാണ്. അത് എന്തുകൊണ്ടായിരിക്കും ചേട്ടാ? പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മളെ അയൽക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബന്ധുക്കൾ തന്നെയായിരിക്കും. ഇപ്പൊ ചേട്ടൻ അല്ലെങ്കിൽ മാമൻ, കൊച്ചപ്പൻ, ചെറ്റപ്പൻ, അങ്ങനെ എല്ലാവരും അറിയാന്നുള്ളവരെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്നത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ന് സ്ഥലം വളരെ കുറവാണ്. ഇപ്പൊ 1 സെന്റ് കൊടുക്കാതിരുന്നാലും വന്ന് താമസിക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ പല ആൾക്കാരാണ് വന്ന് താമസിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ മിക്കവരും കണ്ടിട്ടുണ്ട്, ചിലവർ ഇവരൊക്കെ വന്ന് താമസിക്കുമ്പോൾ ഇടിച്ച് കയറി ആദ്യം ഭയങ്കര ഇതായിരിക്കും. പിന്നീട് കണ്ടാ തിരിഞ്ഞേ നോക്കൂല. പിന്നെ അവനെ പറ്റി കുറ്റം പറയാനേ നേരം കാണും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കാണുമ്പോൾ ചേട്ടാ സുഖമാണോ, ചേച്ചി സുഖമാണോ നമ്മൾ ചോദിക്കുക. പിന്നെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം ഉണ്ടെങ്കിൽ അവരെയും ക്ഷണിക്കുക. അതൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ ഇപ്പോൾ ജോലിക്ക് വേണ്ടി തളർന്നായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോഴും നമ്മളെ മനസ്സിൽ എന്താ, ആ കുട്ടികളോട് സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിനിമ ആണ്, അപ്പോഴായിരിക്കും ചിലപ്പോൾ ആരെയും കയറി വരണം, അന്നത്തെ ദിവസമേ പോയി ഇല്ലേ. അപ്പൊ നമ്മൾ മനസ്സിൽ നമുക്ക് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഓടും പോകാറില്ല. കാരണം എനിക്കറിയാം, കാരണം അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്കല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ടവരായിരിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വന്നു. നമുക്ക് പണ്ട് പോലെയുള്ള ഒരാളുടെ ആവശ്യം നമ്മുടെ അടുത്ത് ചോദിച്ചാൽ മാത്രമേ നമ്മൾ ഹെൽപ്പ് ചെയ്യാവൂ. അല്ലാതെ നമ്മൾ എന്ത് ഒരു ഹെൽപ്പ് ചെയ്യുന്നാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടേ മാറുള്ളൂ. ആയിരിക്കില്ല. കാരണം അവർക്ക് എന്ത് ചെയ്താലും അവർക്കൊരു മടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ നിന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കരുതി അവർക്കൊരു അയ്യോ എന്ത് കരുതുമെന്നുള്ള ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഒരു എന്ത് കാര്യമായിരുന്നാലും ആവശ്യപ്പെട്ടാലേ നമ്മളത് ഹെൽപ്പ് ചെയ്യാവൂ. അല്ലാതെ നമ്മൾ ഇടിച്ചു കയറി അങ്ങോട്ട് ഒരാൾക്ക് സഹായം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് നമ്മളെയും ഫേസ് ചെയ്യാൻ ഒരു മടിയായിരിക്കും. മറ്റേത് അവരൊരു സഹായം ചോദിക്കുകയാണ്, ഓക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കണം. രണ്ടും, അതായത് അവർക്ക് കംപ്ലീറ്റ് ഇൻകപ്പാസിറ്റി ആയിട്ട് ചിലവർ നിൽക്കും. അടിയിലെ മണ്ണ് കംപ്ലീറ്റ് ഒലിച്ച് നിൽക്കണം. അങ്ങനെയുള്ളവരെ നമുക്ക് കൈ പിടിച്ച് കയറ്റാം. അല്ലാത്ത ആരെയും നമ്മൾ സഹായിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം നമ്മളതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഇതൊന്നും. അപ്പൊ അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നൈബേഴ്സും ഒരു കുഴപ്പമില്ല കേട്ടോ, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടുകാരുടെ അടുത്ത് മെജോറിറ്റി ആൾക്കാരും കൊടുക്കുന്ന ഇംപ്രഷൻ ഞാനൊരു സംഭവമാണ് എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഞാൻ എന്ത് സംഭവമാണ്.
ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആൾക്കാർക്ക് വലിയ നിരാശയായിട്ട് മാറുന്നത്. ഇപ്പൊ മറ്റേ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുക. ഇപ്പൊ നമ്മുടെ പിന്നെ ഇപ്പൊ പല യങ്ങർ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പം ടീനേജേഴ്സ് ആയിട്ട് കോളേജിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞവര് അവരാരും നൈബേഴ്സിന്റെ അടുത്ത് സംസാരിക്കാറില്ല, റിലേറ്റീവ്സിന്റെ അടുത്ത് സംസാരിക്കാറില്ല. കാരണം ഇവരെന്തോ ഒരു സംഭവമാണെന്ന് അവർക്കൊരു ധാരണ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ധാരണ അല്ല യഥാർത്ഥത്തിൽ എന്നുള്ളത് ഇവർക്കറിയാം. അപ്പൊ ആ റിയാലിറ്റി ബ്രേക്ക് ചെയ്യപ്പെടും അല്ലെങ്കിൽ ആ ട്രൂത്ത് പുറത്തു വരും എന്നുള്ള ഒരു ഫ്രസ്ട്രേഷനാണ് ആക്ച്വലി. അത് പലപ്പോഴും ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ഇൻകോൺഗ്രുവൻസി പലരിലും ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളെ മെഷർ ചെയ്യാൻ അളക്കാനിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള വാസ്തവമാണ്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓണസ്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കുന്നില്ല എന്നുള്ളതും നമ്മളെന്തോ ആണെന്ന് അവർ ധരിക്കണമെന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നുണ്ട് അല്ലേ. അത് മാത്രമല്ല ഈ 90% പൊങ്ങച്ചോളം അതെ, അതാ ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലവരുടെ അടുത്ത് പൊങ്ങി വെച്ച് അതുകൊണ്ട് സ്വന്തം വീട്ടിൽ വിളിക്കാൻ പോയൊരു മടിയായി. സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞ കൂട്ടുകാരൻ വരെ എനിക്കുണ്ട്. അവന്റെ വീട്ടിൽ നമ്മൾ തല കുനിച്ചു വേണം കയറാം, അത്ര ഡോർ വരെ ചെറുതാണ്. അപ്പൊ അങ്ങനെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴേ അത് കണ്ടാണ് ബാക്കിയുള്ളവർ വരണത്. അതായത് ഇനിയുള്ള തലമുറ ഓപ്പൺ ആയിട്ട് മൈൻഡ് ആളെ എനിക്ക് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ്. ഇപ്പോ നമ്മളിപ്പോ രാവിലെ എല്ലാവരും ബിരിയാണി കഴിച്ചെന്ന് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചെന്ന് പറയാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. ചിലപ്പോൾ നമ്മൾ പഴഞ്ചോറ് ഊറ്റി പിടിച്ചായിരിക്കും കൊണ്ടുപോകുന്നത്. അത് ചിലവർക്ക് കൊണ്ടുവന്ന് കഴിക്കാനേ മടിയാണ്. എന്നാൽ എടാ എനിക്കിന്ന് ഇതാണ്, ഞാൻ ഹാപ്പിയാണ്. പക്ഷെ അങ്ങനെ ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. ഇത് ചേട്ടാ രാവിലെ അഭിനയിച്ചോണ്ടിരിക്കണ്ടേ, എത്രയെന്നും പറഞ്ഞ് ഉള്ളിന്ന് വരാതിരിക്കും. ഇതൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കണ്ടേ, മറ്റത് ആൾറെഡി പൊട്ടിത്തെറിച്ചിരിക്കും. അത് വളരെ നമ്മുടെ ഒരു കൾച്ചറലി നോക്കുമ്പം ഇപ്പം വെസ്റ്റേൺ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്രൂക്കറ്റ്നെസ്സും ഹിപ്പോക്രറ്റിക് ആയിട്ട് മനസ്സിലൊന്ന് വെച്ച് വേറൊന്ന് പറയുക. അപ്പൊ അങ്ങനെ നമ്മളൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് വലിയ രീതിയിൽ ഫ്രസ്ട്രേഷൻ ആണ് ആക്ച്വലി. ആണ് കാരണം ഇത്രയും ഇതായിട്ട് ഇരിക്കണ്ടേ, പെർഫെക്റ്റ് ആവാൻ പറ്റണ്ടേ. ആ മനുഷ്യനാണ് കയ്യിരിപ്പ് എല്ലാം കണക്കാ. ആണാണ് കാരണം അങ്ങനെയാണ് ക്യാരക്ടറേ സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ബാക്കി എല്ലാം ഈ പുറമെ അഭിനയിച്ച് കാണിക്കുന്നതാണ്. ശരിക്കുള്ള സ്വഭാവം പറയണേ പണ്ടുള്ളവർ പറയും അവൻ രണ്ടടിച്ചു കഴിഞ്ഞ് അവന്റെ ശരിക്കുള്ള സ്വഭാവം അറിയുമെന്ന് പറയും. അതാണ് റിയൽ ആയിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റിയൽ ആയിട്ട് നമ്മളെ നോർമൽ രീതിയിൽ അയച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഓവർ ആവൂല. നമ്മളിപ്പോ ഒരു സാധാരണക്കാരനായിട്ട് തന്നെ നമ്മൾ ജീവിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനം, ഓണസ്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആണ് നമ്മളിപ്പോ ഇന്ന് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, നമ്മൾ നടന്നു പോവാ. ഒരാൾ ചോദിക്കണം പൈസ ഇല്ല, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, നടന്നു പോവാണ്. ആ പ്രശ്നം അവിടെ തീർന്നു. കാരണം രണ്ടാമതൊരു ചോദ്യമില്ല. മറ്റേത് ചേട്ടാ ഞാൻ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്, അല്ല അല്ലെങ്കിൽ അതിനൊരു കംപ്ലൈന്റ് ഉണ്ട്, അങ്ങനെയൊന്നും നമ്മൾ പറയണ്ടേ. പെട്രോൾ ഇല്ല, അവിടെ തീർന്നു. രണ്ടാമതൊരു ചോദ്യം അയ്യോ പെട്രോൾ ഇല്ലെന്നൊന്നും ചോദിക്കില്ല, പെട്രോൾ ഇല്ല, ഇത്രേ ഉള്ളൂ. അല്ലെ അതൊക്കെ നമ്മൾ നോർമൽ രീതിയിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ലൈഫിൽ നേരത്തെ തന്നെ പഠിക്കേണ്ടതാണ്. നമ്മൾ ഓഫീസിലും പോയിട്ട് നമ്മൾ ഭയങ്കര സെറ്റപ്പാണ് അതാണെന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും ചെയ്യാൻ പറയണേ അയ്യോ ഇരുന്ന് വേർത്ത് പോകും. നമുക്കൊരു കോൾ വരുമ്പോൾ നമ്മൾ ഇറങ്ങി വെളിയിൽ പോകണം, മറ്റേത് കാരണം നമുക്കൊരു മറച്ചു വെക്കാനില്ല. കാരണം അങ്ങനെ സംസാരിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ ആരെയും മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഫാമിലി വിളിക്കണം അല്ലെങ്കിൽ വൈഫിനെ വിളിക്കണം, നമ്മൾ അവിടെ ബാക്കി ഇപ്പൊ ആരെങ്കിലും ഇരിക്കുന്നത് നമ്മൾ രഹസ്യം പറയേണ്ട കാര്യം ഒന്നുമില്ല. അവർക്കും ഉണ്ടല്ലോ കാര്യം, നമുക്കും എല്ലാവരും. നമ്മൾ ഒരു രഹസ്യവും അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പ് നമുക്ക് അങ്ങനെ ഡീസന്റ് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊന്നും കിട്ടാനില്ല. അവരാരും നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവരെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് ഒരു ഗുണമില്ല. ഈ ഓണസ്റ്റ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാന്നുള്ളത് ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി കുറയ്ക്കാനും ഡിപ്രഷൻ കുറയ്ക്കാനും മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഏറ്റവും വേണ്ടുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് ഒരിക്കലും എപ്പോഴും ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്നത്. ആ ഒരു റിയാലിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ലൈഫ് വളരെ ബെറ്റർ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടതാണ് കേട്ടാ. ഇപ്പോൾ ഈ പൊങ്ങച്ചം പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളെ ബയോഡാറ്റ അല്ലെങ്കിൽ CV നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് സത്യമാണോ എന്ന് നമ്മൾ നോക്കണം. അതിനകത്ത് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയത് ഓക്കെ, അതിന്റെ താഴെ നമ്മളെ കഴിവുകളെ പറ്റി എഴുതിയിരിക്കും. റീഡിങ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോബി എന്താണ് റീഡിങ്, ബുക്ക് കൈ കൊണ്ട് എടുക്കുമല്ലോ.
അതിൽ കംപ്ലീറ്റ് പറഞ്ഞിരിക്കുന്നത് കള്ളത്തിന്. നമ്മളപ്പോൾ അത് പഠിച്ച് വരുന്ന കൾച്ചറേ അതാണ്. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകണമെങ്കിൽ അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ കള്ളത്തിന് എഴുതി കൊടുക്കണതിനെ അതെ, സത്യസന്ധമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പലരും വിചാരം. കാരണം അങ്ങനെയാണ്. എന്നാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയാൽ നിനക്ക് ഈ ജോലി അറിയാമോ, നീ നിനക്കൊന്നും ചെയ്ത് കാണിക്കാൻ അറിയാം, അങ്ങനെ ചോദിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ അപൂർവം ചിലവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇത് ഈ ബയോഡേറ്റ ഒന്നും കണ്ട, ഇന്നതാണ് എൻ്റെ വർക്ക്, നിനക്കിത് ചെയ്യാൻ അറിയാമോ, ഇത്ര നേരം കൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നാൽ കുഴപ്പമില്ല, നിനക്ക് ട്രൈ ചെയ്യാനെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള MD-മാരോ ഇന്ന് ഇല്ലെന്ന് വേണം പറയാം. മെയിനായിട്ടുള്ള കാര്യം അവർക്ക് ഈ പണി അറിഞ്ഞൂടാ. അവര് ബാക്കിയുള്ളവരെ അവർക്ക് ഒരു പേരെടുത്തു പോയി, ഇതുപോലെ പൈസ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് അവർ ആ സ്ഥാപനം എടുത്തു പോയി. ബാക്കിയെല്ലാം ഇത് റൺ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. മറ്റത് ഇപ്പൊ ഞാൻ ഇല്ലേ അങ്ങോട്ട് മാറ്, ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അത് പക്ഷെ നമ്മളെ ഇവിടെ ഉള്ളവരല്ല. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ഞാൻ അങ്ങനെ അപൂർവേ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നാളില്ല. അതായത് ഇപ്പോൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണേ, ഒരു പ്ലംബർ വന്നില്ല, അതിൽ നിൽക്കുന്നതാണ്. ഇപ്പൊ കല്ല് കെട്ടാണ്, അവിടെ ആരും ഒരാൾ കുറവുണ്ട്, ഇല്ലേ പുള്ളി ഇറങ്ങും. അല്ല എന്തിലും ആൾ കുറവുണ്ടെങ്കിൽ പുള്ളി ഇറങ്ങും. അല്ല എല്ലാവരും ഉണ്ടെങ്കിൽ പുള്ളി ടിക്ടോപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ വിചാരിക്കും അയ്യോ ഇയാളാണ് ഈ ഇത്രയും ചെയ്തത്. അതായത് നമുക്ക് ലുങ്കി ഉടുക്കേണ്ടടുത്ത് ലുങ്കി ഉടുക്കണം, കോട്ട് ഇടേണ്ടടുത്ത് കോട്ട് ഇടണം. അങ്ങനെ കഴിവുള്ള ഒരു സ്ഥാപനം തുടങ്ങിയാൽ മാത്രമേ റണ്ണാവുള്ളൂ. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ പറ്റിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റിക്കേണ്ടി വരും. കാരണം വർക്ക് നടക്കൂല, ഇതിന് ശമ്പളവും കൊടുക്കണം, അതിനെ ആൾക്കാരെ പറ്റിച്ചേ പറ്റുള്ളൂ. ഈ മാർക്കറ്റിംഗ് എന്ന് പറയണതേ പറ്റിപ്പാണ്. ഇപ്പൊ എന്തൊരു സാധനം എടുത്തിരുന്നാലും എല്ലാത്തിനും ഇപ്പൊ മാർക്കറ്റിംഗ് ആണ്. അതായത് റിയാലിറ്റിയിൽ ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തള്ളി സെല്ല് ചെയ്യാൻ. അതിപ്പോ എന്താ, ഇപ്പൊ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മളെടുത്ത വേറത്തെ ഇട്ട പോസ്റ്റിനെ പതുക്കെ ഇഞ്ഞെടുക്കും. അതിൽ ഈ 100% ഇന്നതിനുണ്ട്, ഇതിലും ചേറ്റാണ് എന്റെയിലും ഉണ്ട്. പണ്ടൊക്കെ ഒരു സാധനം ഇറക്കുകയാണെങ്കിൽ ഇപ്പൊ 100% അല്ലെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മളാരും ക്വാളിറ്റി നമ്മൾ അതാണ് നോക്കുന്നത്. അതായത് ഇപ്പൊ എന്ത് ഒരു നമ്മുടെ നിസ്സാര ഒരു TV തന്നെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു സ്പെക്ക് നോക്കിയാണ് എടുക്കുന്നത്. അല്ലാതെ പരസ്യം കണ്ടിട്ട് ഇത് ഇന്ന ആള് ഇന്ന ഒരു സിനിമ ആക്ട്രസ് വിറ്റ സാധനമാണ് അങ്ങനെ നോക്കി നമ്മൾ എടുക്കാറില്ല. നമ്മളുടെ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് നമുക്ക് ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ആളെ വീട്ടിൽ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ എടുക്കാറില്ല. അല്ല നമ്മൾ മനസ്സിലാക്കി എടുക്കണോ എടുക്കാറില്ല. ആഡംബരം കാണിക്കണോ എടുക്കോ, കൂടിയിരിക്കണം. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അതിനേക്കാളും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുന്നവന്റെ മനസ്സ് നെഗറ്റീവാണ്. നമുക്ക് എന്താണ് ആവശ്യം, നമ്മളെ ജൈവിന്റെ വലിപ്പം നോക്കിയിട്ട് എടുത്താൽ പോരെ. അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ സ്പീക്കർ സിസ്റ്റം ആണ്, നമുക്ക് എന്താണ് നമ്മളെ ചെവിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സാധനം നമുക്ക് മതി. അത് ഏതാണ് നമ്മൾ പഠിച്ചിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതേ. അല്ലാതെ ഇന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു വെച്ചാൽ നമുക്കൊരു സുഖം കിട്ടും. ചിലവര് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നതാണ്, ആരും ഉപയോഗിക്കില്ല. പൊടി ഒടിച്ചിരിക്കുകയാണ്. ചോദിച്ചോ ഇന്നതാണ് ബ്രാൻഡ്, ചേട്ടാ ഒന്ന് ഇട്, അയ്യോ അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് ഈ ബ്രാൻഡിന് വേണ്ടി എല്ലാം അങ്ങോട്ട് തൂക്കി വെച്ചിരിക്കും. എന്നാ ഉപയോഗിക്കല്ലേ, എന്നാ അവർക്ക് ആവശ്യമുള്ള ഒരു സാധനം വെച്ചോണ്ട് അവർ ഡെയിലി യൂസ് ചെയ്യും. അതായത് നമുക്ക് നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തൂക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കില്ല. എന്നാൽ ഉപയോഗമുള്ള സാധനം വാങ്ങിച്ചാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കും. അത് കണ്ടിന്യൂസ് ഓണാക്കി ഇടും. അത് എഫിഷ്യൻസി മാക്സിമം. എന്നാൽ മാത്രമേ ഈ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം നമുക്ക് യൂസ് ഉള്ളൂ. അതായത് ഈ കമ്പനിക്കാർ ഇറക്കണതെല്ലാം 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ കരുതിയാണ്, അല്ലാതെ ഇത് ഓഫ് ചെയ്ത് വെക്കാൻ കരുതിയല്ല. നമ്മളിവിടെ കമ്പ്യൂട്ടർ ഓണാക്കി സൂക്ഷിച്ച് മൂടിക്കെട്ടി വെക്കുന്നത് നമ്മൾ മാത്രമേ കാണുള്ളൂ. ബാക്കി ആരും ഓഫ് ചെയ്യാറില്ല. അപ്പൊ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്ത്, കാരണം നമ്മൾ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്താലേ നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടൂല. നമ്മളിപ്പോ വീട് തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് ഇതിന് കാര്യമില്ല. ചിലവർ ആ റൂം വേസ്റ്റ് ആക്കി ഇടും. നമ്മളത് മാക്സിമം സ്ഥലം വേസ്റ്റ് ആക്കാതെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഒരു ചെടി കൊണ്ട് വെച്ചാൽ ആ ഗുണമായി നമുക്കൊരു ഓക്സിജനെങ്കിലും കിട്ടും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വീട് വെക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പം പലരും ഒരു നില വീട് ആരും വെക്കാറില്ല. ഇപ്പൊ മുകളിലും നിലകൾ വെക്കുക, സ്ക്വയർ ഫീറ്റിന്റെ എണ്ണം. ഇപ്പൊ സ്ക്വയർ ഫീറ്റ് പറയുന്ന തന്നെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു മെഷറാണ്. 2000 സ്ക്വയർ ഫീറ്റ് അപ്പൊ അതൊരു വലിയൊരു പ്രോബ്ലമാണ്. ആൾക്കാർ വീട് വെക്കാനുള്ള താല്പര്യം ഇല്ല. കാരണം വെക്കണമെങ്കിൽ ഈ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വെക്കണം, എന്നാലേ അവർക്ക് വീടെന്നുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസുമായി അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ.
അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒറ്റ ഫ്ലോർ ആണ് ആക്ച്വലി ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കണക്റ്റഡ് ആവാനും സംസാരിക്കാനും ഒരു ലൈഫ് ഉണ്ടാവാനും ബെറ്റർ. ഇപ്പൊ ഒരു മുകളിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ഒരാൾ മുകളിലിരിക്കുക ബാക്കിയുള്ളവർ താഴെ ഇരിക്കുക, അതൊരു ഒരിക്കലും ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യൂസ് ആവണത് വയസ്സായി കിടക്കുമ്പോ ചിലപ്പോ അവസാന ശ്വാസത്തിന് വെള്ളം ചോദിക്കുകയും വിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. കാരണം ഞാൻ ഇപ്പൊ മിക്ക വീടുകളിലും ചിലത് 3 നില അല്ലെങ്കിൽ 2 നില, അവര് പാരന്റ്സ് പ്രായമുള്ളവർ താഴെ, മക്കളെല്ലാം മേളില്. അവർക്കൊരു കോണ്ടാക്ട് ഇല്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ വീടാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്. ഏതെങ്കിലും പടത്തിൽ ചേട്ടൻ കണ്ടിട്ടുണ്ടോ വലിയ 4 നില കെട്ടിടവും വെച്ചിട്ടുണ്ടെന്ന്? എല്ലാരും പടങ്ങളിലെല്ലാം പ്രകൃതിയും ചെറിയ വീടും സൈഡിൽ കൂടെ അരുവി പ്ലാന്റ്സ് എല്ലാം പടത്തിൽ ഓക്കെ, അത് എല്ലാ വീട്ടിന്റെ ചെവിലും ഉണ്ടാവും. എന്നിട്ട് അവര് കഴിയണതോ ഇങ്ങനത്തെ. അതും പലതും ലൈറ്റ് പോലും കാണില്ല. ഇപ്പൊ നമ്മൾ രാത്രി റോഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ പല റൂമുകളിലെ ലൈറ്റ് യൂസ് ചെയ്യണില്ല. ബാൽക്കണി ഒരിടം യൂസ് ചെയ്യുന്നില്ല. അത് വേസ്റ്റ് ആയ ഒരു സംഗതിയാണ്. എന്നാ ഒരെണ്ണം വേണം ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ രാവിലെ സിറ്റ് ഔട്ടും പലരും യൂസ് ചെയ്യുന്നില്ല. കാരണം ആൾക്കാർ കണ്ട നടക്കാതെ അവന് പാവം വല്ല ചോദിച്ചാലോ, അതുകൊണ്ട് സിറ്റ് ഔട്ട് ഉപയോഗിക്കാറില്ല. എന്നെ സംബന്ധിച്ച് ചേട്ടാ ഒരു അടുത്തുനിന്ന്, അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു നോട്ടം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കാണാം. ഇപ്പൊ ഹാളിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസിയും വേണം, എന്നാൽ നമുക്ക് ഒരു അടുക്കളയിൽ തന്നെ ഒരു ചെറിയൊരു സൗണ്ട് കേട്ടാൽ നമ്മൾ അറിയണം. അപ്പുറത്തെ റൂമിൽ ഒരു ചെറിയൊരു നമ്മൾ അറിയണം. അതാണല്ലോ ഒരു വീടെന്ന് പറയുന്നത്. ഒരു കുടുംബം എന്ന് പറയുന്നത് അതാണ്. നമുക്ക് എല്ലായിടും പിന്നെ വൃത്തിയാക്കി ഇടാൻ എളുപ്പമാണ്. നമ്മൾ ഈ പത്തായം പോലെ വലുതായിട്ട് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. ഒരിക്കലും ക്ലീൻ ചെയ്യാനോ ഒരിക്കൽ പോലും ചൂലെത്താത്ത സ്ഥലങ്ങൾ പല വീടുണ്ടാവും. നമുക്ക് വലയും കയറി കിടക്കും. മറ്റേത് നമുക്ക് തന്നെ കണ്ട് നമ്മൾ തന്നെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, നമുക്ക് ചെയ്തേളാം. അതൊരു ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ചിതറി കിടക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. അത് മാത്രമല്ല നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. ചെറിയ വീടാണെങ്കിൽ എക്കോയും കുറച്ച് നമുക്ക് ഫർണിച്ചർ ആയിരുന്നാലും നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് പിന്നീട് മാറ്റവും വരുത്താൻ പറ്റും. മറ്റേത് ഇത് എത്ര നിറച്ചാലും നിറയില്ല, കോസ്റ്റ് കൂടി വരെ ഉള്ളൂ. എന്നാൽ അതുകൊണ്ട് ബെനിഫിറ്റും ഇല്ല. കാരണം താമസിക്കുന്നത് 2 പേര് 3 പേര് അല്ലെങ്കിൽ 4 പേര് ഈ ഇവർക്ക് ഇപ്പോഴത്തെ ഇതനുസരിച്ച് ആൾക്കാർ എണ്ണം കുറഞ്ഞു വരെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഇല്ല. മറ്റേതെന്ന് പറയുന്നത് നമ്മൾ ചെന്ന് കയറുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇപ്പം വെക്കുന്ന മിക്കവരും ജനലൊക്കെ കുറച്ച് വെന്റിലേഷനൊക്കെ കുറച്ച് അത് കൊണ്ട് അവരെന്താണ് അവര് ഇൻസെക്ട് കയറൂല, അങ്ങനെ ഇതാണ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവർ കൂടുതലായിട്ട് പറയുന്നത്. എന്തായാലും അല്ലെങ്കിൽ ഫുൾ AC ഫുൾ ക്ലോസ്ഡ്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും വീടിനകത്ത് പ്രകാശം ഫുള്ള് വേണം. കാരണം നമ്മളെ നോർമൽ ലൈറ്റ് ഇടാതെ നമുക്ക് എയർ സർക്കുലേഷനും ലൈറ്റും ഉണ്ടെങ്കിൽ അതാണ് വീട്. തീർച്ചയായും ചിലവര് അത് വാസ്തു അതൊന്നുമല്ല, പക്ഷെ സയൻസ് ആണത്. നമ്മുടെ എയർ സർക്കുലേഷൻ ഉള്ളതും ലൈറ്റ് പാസ് ചെയ്യണ ഒരു വീട് വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വാസ്തു ഇതൊന്നും ഒരു ബന്ധമില്ല. അതിനെ പിന്നെ അത് വാസ്തു ആക്കിയതാണ് എല്ലാരും കൂടെ. അത് പിന്നെ അത് മതവും കൂടെ ഇൻവോൾവ് ചെയ്ത് അത് പിന്നെ അത് ഒരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടു നടക്കുന്നതാണ്. മറ്റേത് നമുക്ക് തന്നെ അറിയാം, കോമൺ സെൻസ്. ഇപ്പോൾ ഒരു തൊഴുത്ത് കിട്ടുന്നതായിരുന്നാലും രാവിലെ പശുവിന്റെ തലേര ഭാഗം അല്ലെങ്കിൽ തീറ്റയിടുന്ന ഭാഗത്തൊക്കെ വെയിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള അണുക്കളും ഇതായി വൈകിട്ടത്തെ വെയിൽ ഉച്ചയ്ക്കുള്ളത് കിട്ടണ്ട. അപ്പം നല്ല എയർ സർക്കുലേഷനും ഉണ്ടാവും. അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീനും ഡ്രൈ ആയിട്ട് കീപ്പ് ആവും. അപ്പൊ അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ ഒരു സന്തോഷമുള്ള ഒരു ഇതില്ല. എന്നാൽ അത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും എത്തൂല. കാരണം ഇത് നമ്മളെ ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന ഒരു ഇതുണ്ട്, എയർ സർക്കുലേഷൻ പോകുന്നതിന് ഒരു ഇതുണ്ട്, ഫ്രീ പാസേജ് കിട്ടാൻ പാടാണ്. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നോക്കിയിട്ട് മാന്യമായിട്ട് ഒരാൾക്ക് കഴിയാനുള്ള ഒരു വീട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് സ്വർഗം. എത്ര സ്ട്രെസ് ഉള്ള ജോലി ചെയ്യണ ഒരാൾക്കും സുഖമായിട്ട് ചെന്ന് നടന്നോളാം. അതാണ് ഒരു വീട് നമുക്കൊരു കംഫർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യണം. പലർക്കും വീട് ഒരു കംഫർട്ട് സോൺ അല്ല. അതായത് വീട്ടിൽ വന്ന് കയറാൻ തോന്നുന്നു. അതായത് നമ്മളെ സംബന്ധിച്ച് ജോലി കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാലേ വീട്ടിലെത്താനേ നോക്കുള്ളൂ. 2 മിനിറ്റ് നേരത്തെ എത്തിയ സന്തോഷമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കും ബെറ്റർ ആവുകയാണ്. കാരണം നമ്മൾ വർക്ക് അത്രയും സ്പെസിഫിക് ആയിട്ടാണ് ചെയ്യണം. കാരണം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫാമിലി വീട്ടിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ള ചിന്ത. നമ്മുടെ വർക്ക് ബെറ്റർ ആക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ബെറ്റർ മാത്രമല്ല നാളെ ഫ്രഷ് ആയിട്ടാണ് പോകുന്നത്. വളരെ ഫ്രീ ആയിട്ടാണ്. നമുക്ക് ആരെ അടുത്തും കണ്ട് മോം വീർപ്പിച്ചിരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും നമുക്ക് ഫ്രീ ആയിട്ട്. മറ്റത് അങ്ങനെയല്ല. ഈ സ്ട്രെസ് കാരണം നമുക്ക് ആ ഉറക്ക ക്ഷീണവും ആ കടന്ന ഇതും കാണൂല. അപ്പൊ ഈ ബാക്കിയുള്ള കൂടെ വർക്ക് ചെയ്യുന്നവരത്തും ദേഷ്യം. മറ്റേത് അവന് നമ്മുടെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അവനും കുഴപ്പമില്ല.
എപ്പോഴും ബെറ്റർ ഫാമിലിയും ബെറ്റർ ഹൗസും ഉള്ളവരാണ് ആക്ച്വലി വർക്ക് പെർഫെക്റ്റ് ആയിട്ട് വരാൻ. വീട് നന്നായ ഫാമിലി നന്നാവുന്നതാണ്. 90% ഫാമിലി റൺ ആയിക്കോളും. അതായത് മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ ആ സ്നേഹം ഓട്ടോമാറ്റിക്. പക്ഷെ മനസ്സിന് സന്തോഷമില്ലേ നെഗറ്റീവ് എനർജി വന്നോണ്ടേയിരിക്കും. അപ്പോഴും നമ്മളെ മനസ്സിൽ കാരണം നമ്മൾ കണ്ടിന്യൂസ് വർക്ക് നമ്മളെ മൈൻഡ് പിന്നെ അത് വേറൊരു രീതിയാവും. അപ്പൊ പിന്നെ ആരുടെ സംസാരിക്കാനും തോന്നൂല, നമുക്ക് വീട്ടിലിറങ്ങി ചെന്ന് ചുരുണ്ടിരിക്കാനും പറ്റൂല, കടന്നാലും ഉറക്കം വരൂല, നാളത്തേനെ പറ്റിയുള്ള ചിന്തയും പിന്നെ കടവും ഇത് ഒരിക്കലും തീരൂല. കാരണം കടം തീർക്കണമെന്നുണ്ട് കുടുംബത്തിൽ തന്നെ ഈ മറ്റുള്ളവരെ കാണിക്കാൻ അതുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ വളരെ കൂടുതൽ. അസുഖം വന്ന് കടം കയറിയവൻ വളരെ കുറവാണ്. ബാക്കി എന്ത് കേട്ടാ കടം? അത് വീട് വെച്ചെന്റെ കട, അല്ലെ മോളെ കെട്ടിച്ചെന്റെ കട, ഇങ്ങനെ പറഞ്ഞേ കേട്ടിട്ടുണ്ട്. മോളെ കെട്ടിച്ച ഇത്ര അത് ഞാൻ കാർ കൊടുത്ത് 100 പവൻ കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ടാണ് ലക്ഷങ്ങൾ അടിച്ചു കളയുന്നത്. വളരെ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത്, ചേട്ടാ ഈ 4-5 ക്യാമറമാൻ എത്ര ചേട്ടാ ഇതിന് റെന്റ്? ഇവരെല്ലാം കൂടെ എന്റെ അടുത്ത് 2 ലക്ഷം വാങ്ങിച്ചോളൂ. അപ്പൊ ഞാൻ ഇതിന്റെ എന്തിന്? കാരണം അപ്പൊ ഞാൻ പിന്നീട് ഏകദേശം 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ ആ കല്യാണം കഴിഞ്ഞ പയ്യനെയും ചെറുക്കനെയും ഉണ്ടാവും. ഇവിടെ അന്നത്തെ വീഡിയോ ഞങ്ങൾ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കണക്കാണ് ചേട്ടാ. അന്ന് ഒരു ദിവസം കണ്ടത് ആ സീഡി, പിന്നെ ഞാൻ അത് ഇട്ടിട്ടേ ഇല്ല. അത് ഇപ്പൊ എവിടെ ഇരിക്കണമെന്ന് ഒരു അറിഞ്ഞൂടാ. ആ ഇതിന് വേണ്ടിയിട്ടാണ് ഒരു കാര്യമില്ലാതെയാണ് ആക്ച്വലി ഇമ്പൾസീവ് ആയിട്ട് മറ്റുള്ളവരെ കാണിക്കുക. ഈ ഡ്രോണ് ഇതൊക്കെ ആര് കാണാനാണ്? ഈ ബഹളം. ചിലവർ ഭയങ്കര എനിക്ക് ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ചിലവര് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അവർക്ക് വേണ്ടപ്പെട്ടാല്, അതായത് നമ്മൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ കുറവായിരിക്കും. അത് നമ്മുടെ കുടുംബത്തിലൊന്നും കാണൂല കേട്ടാ. അത് അപൂർവമായിട്ട് ദൈവമായിട്ട് തന്നെ ചിലത് കൊണ്ട് കൂട്ടിച്ചേർക്കും. അങ്ങനെ ഉള്ളവരെ മാത്രം വിളിച്ച് നമ്മളൊരു പ്രോഗ്രാമിന് ചെയ്ത് ഇന്റിമേറ്റ് ആയിട്ട് ചെയ്ത് ആ ഒരു സന്തോഷം വേറെ ഒരിടവും കിട്ടൂല കേട്ടോ. വേറെ ഒരു ഫംഗ്ഷനും കിട്ടൂല. ഒരിക്കലും നമ്മളിപ്പോ ബന്ധുക്കളെ വിളിക്കണം, അവര് വന്ന് വിശാലമായിട്ട് തിന്നിട്ട് 100 കുറ്റവും പറഞ്ഞിട്ട് പോകും. നിനക്ക് ഇതേ കിട്ടിയോളൂ എന്ന് ചോദിക്കും. ഇപ്പൊ നമ്മൾ ഒരു കല്യാണം തന്നെ, ഇപ്പൊ ഒരു പെണ്ണാണ് പോയി, അവരങ്ങോട്ടങ്ങ് കുറ്റം പറയാണ്. ഇത് പറഞ്ഞു വന്നപ്പം നിഖിലിന്റെ പെണ്ണ് കാണൽ സ്റ്റോറി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് പിന്നെ നിഖിലിന്റെ ഫാദർ പിന്നെ ഒരു ദിവസം നമുക്കൊരിടത്ത് പോകാമെന്ന് പറഞ്ഞു. ആ സ്റ്റോറി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് സർവീസിന് പോകാൻ വേണ്ടി അപ്പൊ ടൂൾസ് എടുക്കണമെന്ന് ചോദിച്ചു. ടൂൾസ് ഒന്നും വേണ്ട, അവിടെ ഉണ്ടെന്ന് പറയുന്നു. അതെന്താണ് ആക്ച്വലി ആ സംഭവം? അതായത് എത്ര വയസ്സിലായിരുന്നു കല്യാണം? അത് എന്റെ 26ാമത്തെ വയസ്സിലായിരുന്നു. അപ്പോഴേ ഒപ്പം ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഉപദേശിക്കുകയൊക്കെ ചെയ്യും. ആ കല്യാണം കഴിക്കുന്ന ഫാമിലിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിട്ട് ഒരാളെ കണ്ടെത്തനേക്കാളും അവർക്കൊരു മോളെയാണ് വേണ്ടത്. കാരണം ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് അവരുടെ പാരൻസിന്റെ കൂടെയാണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഇഷ്ടങ്ങളും ഇന്നും എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ പപ്പയും അമ്മയും സെലക്ട് ചെയ്താൽ എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ സെലക്ട് ചെയ്താൽ എനിക്കത് സ്യൂട്ട് ആവൂല. അപ്പൊ എൻ്റെ ഇഷ്ടങ്ങൾ നന്നായിട്ട് അറിയാന്നുള്ളത് എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കാണ്. അല്ല ഏറ്റവും കൂടുതൽ അറിയാന്നുള്ള പപ്പയ്ക്കാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മാറിയിരുന്നവരെ നമ്മളധികം ഭയങ്കര അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പും തുളയിട്ട് കൈകളൊന്നുമല്ല. നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. ആ ഒരു എന്നിരുന്നാൽ പോലും നമ്മളൊരു വ്യത്യാസം അതിപ്പോ പപ്പയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നിരുന്നാലും എനിക്കും അത് മനസ്സിലാവും. അപ്പൊ അത്രയും അറിയാന്നുള്ളത്, എന്നെ പറ്റി നന്നായിട്ട് അറിയാന്നുള്ളവർ അവരാണ്. അപ്പൊ ഞാൻ അവർക്ക് തന്നെ ആ ഒരു ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ സെലക്ട് ചെയ്താൽ മതി, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് പക്ഷെ അപ്പോഴും കിട്ടണമെന്നോ ഒന്നും എനിക്കില്ല. കാരണം ഞാൻ അങ്ങനെ സർവീസ് ഫീൽഡും അങ്ങനെയൊക്കെ ഞാൻ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഇതേപോലെ പറഞ്ഞ എടാ നമുക്ക് എവിടെ വരെ പോവാം. അപ്പോഴീ അങ്ങറ്റം വരെ ഉപദേശിക്കുകയാണ്, എടാ ഫാമിലി ആവണം എന്നാണ്, ഇതാണ് അങ്ങനെയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇതേപോലെ പകുതി മുക്കാലും എത്തിയപ്പോഴാണ് പറഞ്ഞത് എടാ ഇതേപോലെയാണ് കൊണ്ടുപോകുന്നത്. ചെന്ന് കയറിയപ്പോഴാണ് അന്നൊന്നും പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിന് നേരെ കണ്ടില്ല, വെള്ളം കൊണ്ടുവന്ന ജസ്റ്റ്. പിന്നീട് ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ല. കാരണം അവരും പക്ക എനിക്കും അന്ന് ആ ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ സാധാരണ ഗ്രാമത്തിലുള്ള എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര, കാരണം കായലിന്റെ കര ഗ്രാമം വെള്ളയാണി ഭാഗത്താണ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരന്റ്സിന്റെ രീതിയൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അവര് സാധാരണക്കാരെ പോലെയാണ് നിന്നത്. അവര് ഭയങ്കര ടിപ് ടോപ്പോ അങ്ങനെയുള്ള കാര്യമല്ല, ട്രാൻസ്പെറന്റ് ഓപ്പൺ ആയിട്ട് അവരെ ഉള്ള ഇത് വെച്ച്. കാരണം അവര് പ്രതീക്ഷിച്ചില്ല ഇതേപോലെ ചെല്ലുമെന്ന്. അവരും പെട്ടെന്ന് അവര് ഉള്ളത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടാണ് എന്റെ ഒരു പെണ്ണ് കാണലും
ഇന്നതാ ഇപ്പോൾ 8 വർഷമാകുമ്പോൾ വലിയ ഇടയ്ക്ക് പിണക്കമില്ലെന്നല്ല, പിണക്കമൊക്കെ നമ്മൾ നേരിച്ച പഴക്കുണ്ടാവും. പിണങ്ങി പോകും അങ്ങനെയൊക്കെ. അതൊക്കെ നമ്മൾ കാരണം നമ്മൾ തമ്മിൽ പിണങ്ങുന്നില്ലല്ലോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പിണങ്ങുമെന്നല്ലാതെ നമ്മൾ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാറില്ല. കാരണം ഏതൊരു വഴക്കും ഈ ഏത് കുടുംബത്തിലുണ്ടായിട്ട് അവര് തമ്മിലുള്ള വഴക്കുണ്ടാവാറില്ല. അവര് വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും അത് തർക്ക വിഷയമായി രണ്ടുപേരും വിജയിക്കും. പലപ്പോഴും തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വലിയ തർക്കമാകുന്നത്. സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് അത്. പിന്നെ അത് നമ്മൾ തന്നെ അത് പിന്നീട് അത് കോമഡി ആയിട്ടാണ് മിക്ക സംഗതിയും കാണാറുള്ളത്. അത് നമ്മൾ പറഞ്ഞ് ചിരിച്ച് അങ്ങ് കളയാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഇഷ്യൂട് വരണത് നമ്മൾ ഈ മൂന്നാമത് ഒരാൾ നമ്മളെ ഇടപെടാണ്. ഈ കുളമായി കൈ തരും. ചിലപ്പോൾ ഒരു കാര്യം കാണില്ല, പിന്നെ അവരങ്ങ് മൊത്തത്തിൽ അങ്ങ് കയ്യേറി മൊത്തത്തിൽ ഞാൻ ജളം ഇതാക്കിയാണ് അത് വിടാറ്. അപ്പൊ ഈ ഫാമിലി ലൈഫിൽ അവരവരുടെ കാര്യം അവരവരെ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 99% ഇതായിട്ട് പോകും. പിന്നെ അത് വേറൊരു കുടുംബത്തിൽ നിന്ന് അവരെ ലൈഫ് സ്റ്റൈലാണ് കേട്ടോ. അപ്പൊ അത് വേറൊരു കുടുംബത്തിൽ വരാനായി. ഇപ്പൊ നമ്മളെ ലൈഫ് സ്റ്റൈൽ പോലെ അല്ലായിരിക്കും അവരുടെ സ്റ്റൈൽ. അതുകൊണ്ട് എന്തായിരുന്നാലും ഈ പാരന്റ്സുമായിട്ടുള്ള വഴക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നമ്മളൊരു നമ്മളതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വഴക്കായി പോകും, കോംപ്ലിക്കേറ്റ്. മറ്റേത് നമ്മൾ തന്നെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു വീടൊക്കെ വെച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് അങ്ങ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെയും നമുക്ക് കാണാം, ആരെയും പിണക്കണ്ട. അതാണ്. അപ്പോൾ നമ്മൾക്കും കാണാം. അതായത് ഫാമിലി എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റ്, മക്കൾ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സെപ്പറേറ്റ് കഴിയുമ്പോൾ ആ ഒരു സെപ്പറേറ്റ് ആവുമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കായിട്ട് നമുക്കൊരു ഇഷ്ടം നമ്മളെ രീതിയിൽ നമുക്ക് എപ്പോൾ വേണോ. ഇപ്പോൾ മറ്റേതാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് വന്നിരുന്ന് TV ആണെന്ന് വിചാരിച്ചാൽ വരെ ഇപ്പൊ ഞാൻ ഇരുന്നവരെ അമ്മ ചോദിക്കും എന്തിനാ ഒന്നും ജോലിക്ക് പോയില്ലേ. മറ്റൊന്നും അങ്ങനെ കുഴപ്പമില്ലല്ലോ, വൈഫിനായിരുന്നാലും ഫ്രീ ആയിട്ടിരിക്കാം, ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതിന്റെ ഡ്രോബാക്കും ഒരുപാടുണ്ട്. കാരണം ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ആണുങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വർക്ക് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നൈറ്റായി തനിച്ചിരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സെക്യൂരിറ്റി പ്രോബ്ലംസ് അങ്ങനെയൊക്കെ അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പിന്നെ മക്കളൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. കുറച്ചുകൂടെ അയൽക്കാരൊക്കെ ഹാപ്പി ആണെങ്കിൽ പിന്നെ അധികം ദൂരോട്ട് പാരന്റ്സിന്റെ അടുത്തൊന്ന് പോവാതിരിക്കുക. കാരണം അവർക്ക് നമ്മളെ ഉള്ളൂ, അവർക്ക് നമ്മളെ കാണണമെങ്കിൽ. അതാണ് ഇനി ഞാൻ ചിലവരിലെ നമ്മൾ എത്ര ഉടക്കായിരുന്നാലും നമ്മളെ പപ്പയും അമ്മയാണ്, നമ്മളത് ഓടിപ്പോയിരിക്കും. എന്ത് വന്നിരുന്നാലും ഇനി അവർക്ക് ചിലപ്പോൾ നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടിയായിരിക്കും. നമ്മൾ എന്തായിരുന്നാലും അവർ ഓടിയെത്തിയിരിക്കും. അതേപോലെ നമുക്ക് എന്തെങ്കിലും വന്നാൽ അവർ ഓടിയെത്തുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അതാണ് ആ ഒരു വേണ്ടത്. അപ്പം മാക്സിമം നമ്മൾ ദൂരെ നിന്ന് പോകേണ്ട കാര്യമില്ല. കാരണം നമ്മളെ സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇത്. പിന്നെ നമ്മളെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയും പലത് ഊതി വലുതാക്കാനേ നോക്കുള്ളൂ, പ്രശ്നങ്ങളൊക്കെ പല വലുതാക്കാനേ നോക്കുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും നമ്മളതൊന്നും നോക്കാതെ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളെ കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളർന്ന നാട്ടിൽ തന്നെ താമസിക്കുക എന്നുള്ളത് കുറെ കൂടെ നമുക്കൊരു കോൺഫിഡൻസും കറേജും അല്ലേ. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി വീട് വെച്ച് താമസിക്കുക എന്നുള്ളത് ഉറപ്പായിട്ട്. അതെന്താണ് ആക്ച്വലി? കാരണം ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിന് അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അവരുടെ നാട്ടുകാരെ കൊണ്ടോ, അങ്ങനെയുള്ളവർ മാറി താമസിക്കുന്നതാണ് ബെറ്റർ. കാരണം അവർ വീണ്ടും ഇവിടെ തന്നെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ളവർ അവിടെ തന്നെ വീണ്ടും അവിടെ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ഗ്രിപ്പ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ അവ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കും. ഇപ്പം ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും എന്തെങ്കിലും അറിയാതെ ലൈഫിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് കാരണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ അവിടെ തന്നെ വീണ്ടും നിൽക്കാതെ ഒന്ന് മാറി താമസിക്കുന്നതാണ് ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർ അപ്പോഴും വീണ്ടും അവർക്ക് മനസ്സിൽ ഹാപ്പിനെസ് ഉണ്ടാവും. മറ്റേന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അവർക്കും പബ്ലിക്കലി ഫേസ് ചെയ്യാനുള്ള ഇതായിരിക്കും. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഈ കടമൊക്കെ കയറി അങ്ങ് അറ്റം പറ്റി നിൽക്കുന്നവര്, അവര് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും അവര് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ മക്കൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അതിനൊക്കെ അവന് പൈസ ഉണ്ട്. ഞാൻ അത് പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കൊച്ചു ഏതെങ്കിലും ഒരു ഹയർ സ്റ്റഡി ചിലപ്പോൾ എൻ്റെ ഒപ്പത്തി കടത്തിലായിരിക്കും, പക്ഷേ ആ കൊച്ചൊന്ന് ഒരു ഹയർ സ്റ്റഡിക്ക് അപ്ലൈ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു കോളേജിൽ അപ്ലൈ ചെയ്യാണ്. അപ്പം അതിനൊക്കെ അവന്റെ പൈസ ഉണ്ട്, നാട്ടുകാരെ പൈസ വെച്ചാണ് ഇവാലുവേഷൻ വരും. കാരണം നമ്മളെല്ലാരും ജീവിക്കുന്നത് നമ്മളെ മക്കളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം കടമല്ല ഇനി എന്ത് വാങ്ങിച്ചിരുന്നാലും നമ്മളെ കിഡ്നി വിറ്റിരുന്നാലും നമ്മളത് സെറ്റാക്കി കൊടുക്കും, അവരുടെ നല്ലൊരു കാര്യത്തിനാണ്. അല്ലാത്ത കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ കരുതിയല്ല, ചെയ്യില്ല. അവരുടെ ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതിന് നമുക്ക് എടുക്കണതിന് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് പിള്ളേർ പോകുന്നതിൽ അത് നാട്ടിൽ കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഈ സ്ട്രെസ് അനുഭവിക്കാതെ അപ്പോഴും ഇവരെല്ലാം ഇൻസൾട്ടിങ് ആവുകയാണ്. ഇപ്പൊ മക്കളായിരുന്നാലും ഈ ചിലവരൊക്കെ റോഡിയിരുന്ന് അത് ഇതൊക്കെ പറയുന്നത് ചില കുഞ്ഞു മനസ്സിലൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന പല സിറ്റുവേഷനും ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പം അതൊക്കെ ഒഴിവാക്കാൻ കരുതിയിട്ട് അങ്ങനെയുള്ളവർക്ക് ഈ മാറി താമസിക്കാനൊക്കെ എന്തെങ്കിലും ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ അതിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു വീണ്ടും ഒരു പുതിയൊരു ഫ്രഷ് ഫീല് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പം നിഖില് വളരെ യങ്ങർ ഏജിലാണ് മാരേജ് ചെയ്തിരിക്കുന്നത്, 26 വയസ്സ്, ഇപ്പം 8 വർഷമായില്ലേ. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ആക്ച്വലി അത് നേരത്തെ ആയി പോയെന്നോ താമസിച്ചു പോയെന്നോ എന്താണ് ആക്ച്വലി തോന്നുന്നത്? അതോ കറക്റ്റ് ടൈമാണോ? ചേട്ടാ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. കാരണം ഞാൻ ലൈഫിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്താണ് പഠിച്ച് വരുന്നത്. അതേപോലെ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ പഠിച്ച് എങ്ങനെ ഒരു ഫാമിലി റൺ ചെയ്യാം. മുമ്പ് എനിക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പോലും ഈ വീട്ടിൽ എന്തൊക്കെ ചിലവ് വേണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത് കുഞ്ഞായപ്പോഴേ എങ്ങനെ കുഞ്ഞിനെ നോക്കണം നമ്മളപ്പോഴും തന്നെ ഗൂഗിളിൽ വരെ അടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ നോക്കണം. ഇന്നതാണ് അടുത്ത് ഏത് ഡോക്ടറാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ എങ്ങനെയാണ് കളിപ്പിക്കേണ്ടത്, അതൊക്കെ ഒരു സ്റ്റേജാണ്. പക്ഷെ അതൊക്കെ നമ്മളൊരു നല്ലൊരു ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ പറ്റുമെന്ന് നമുക്ക് ഒരു ഡൗട്ടാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെ ഏജിൽ നമുക്ക് പഠിച്ചു ഓരോന്ന് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സംശയം ചോദിച്ചിരുന്നാലും മണ്ടത്തരമായിട്ട് തോന്നൂല വേറെ അടുത്ത് ധൈര്യമായിട്ട് ചോദിക്കാം. എന്നാൽ ഒരു ഏജിലായിട്ട് ഒരു 30-40 വയസ്സൊക്കെ ആയ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു സംശയമായിട്ട് ഒരാളത് പോയി നിനക്ക് ഇത്രയും നാളായിട്ട് അറിഞ്ഞൂടെ എന്ന് ചോദിക്കും. അത് മാത്രമല്ല അവരിൽ നിന്ന് കൂടുതൽ പക്വത മറ്റേ ആൾക്കാർ പ്രതീക്ഷിക്കുകയും ചെയ്യും. മനസ്സിലായില്ല. മറ്റത് കുറെ കൂടെ പരസ്പരം ഒരു ഇന്റിമസി ആണ്. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏജ് കൂടുന്തോറും അവരിൽ തമ്മിലൊരു ഗാർഡഡ്നെസ് കൂടെ ഉള്ളു. മറ്റേതെന്ന് പറഞ്ഞാൽ കുറെ കൂടെ ഒരു ഇന്റിമേസി ഉണ്ടാവുക. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പം കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളെടുത്തും ചോദിച്ചാൽ അവർ പറയുന്നത് ഞാൻ റെഡി ആവുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് അതിന് ഫിറ്റ് ആണെന്ന് തോന്നുമ്പോൾ കല്യാണം കഴിയും. യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ലൈഫിൽ ഒരിക്കലും നമ്മൾ അതാവത്തില്ല, പറ്റൂല. ഒരിക്കലും നമ്മളുടെ ലൈഫ് സ്റ്റൈല് സ്റ്റേബിൾ ആവുമെന്ന് ഒരിക്കലും കരുതണ്ട. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കാനേ പറ്റുള്ളൂ പല കാര്യങ്ങളും. അത് നമ്മൾ എക്സ്പീരിയൻസിൽ കൂടെ മാത്രമേ പഠിക്കാനും പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കൽ ട്രൈ ചെയ്തിട്ട് നമുക്ക് അത് റിപ്പീറ്റ് ചെയ്ത് കുറെ കൂടെ ബെറ്റർ ആക്കി ചെയ്യാന്ന് വെച്ചാൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനെ എങ്ങനെ, അതായത് ഉള്ളതിനെ നമുക്ക് എന്തുമാത്രം, കാരണം ഒരു ചട്ടി ഉണ്ടാക്കുന്ന ആൾക്ക് അത് ഏത് രീതിയിനെയും ഭംഗിയാക്കാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർ ആദ്യം ഉണ്ടാക്കണത് അവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ അതിനെ തന്നെയാണ് അവർ മോൾഡ് ചെയ്യണം. അല്ലാതെ അതിനെ എടുത്ത് കളഞ്ഞിട്ടല്ല അവർ വേറെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ പഠിച്ച് നമ്മൾക്ക് എന്താണ് ലൈഫിൽ പറ്റുന്ന അബദ്ധങ്ങൾ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, നമ്മൾ തന്നെ പഠിച്ച് വരുമ്പോൾ അത് സെറ്റായി വരുമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പൊ നമുക്കൊരു ഫുൾഫിൽമെന്റ് ആണ്. അപ്പോൾ നമുക്ക് വേറൊരാടുത്ത് നമുക്ക് പറയാം, എടാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവ് ആവും. എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ മറ്റേത് നമുക്ക് അറിഞ്ഞൂടാ ഇതെന്ത് ചെയ്യണമെന്ന്. ലാസ്റ്റ് പിന്നെ വക്കീലിന്റെ അടുത്ത് നിന്നിരിക്കുമ്പോഴായിരിക്കും അവർക്ക് പൈസ കിട്ടണം. ഇവന് എങ്ങനെ രണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഇവനെ രണ്ടും ആക്കണം, ഇവന്റെ കംപ്ലീറ്റ് പിടിച്ചു വാങ്ങിച്ചു കൊടുക്കുകയും വേണം. ഒരുമിച്ച് പോവുക എന്നുള്ളത് അല്ലേ, എങ്ങനെ അടി ഉണ്ടാക്കിയിട്ട് അവരെയും കുറ്റം പറയണ്ട, അവരെയും ജീവിക്കണ്ടേ. ഇപ്പൊ ഈ മാരേജ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും റിഗ്രറ്റ് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ മാരേജ് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, പ്രോബ്ലി 2022 മാരേജ്. അപ്പം ഈ മാരേജ് നമ്മൾ ലേറ്റ് ആവും തോറും നമ്മുടെ മാരിറ്റൽ ലൈഫ് നമുക്ക് കുറയുകയാണ്. ഇപ്പൊ 26 വയസ്സിൽ കല്യാണം കഴിക്കേണ്ട ആള് 32 വയസ്സിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ 6 വർഷം അവർക്ക് മാരിറ്റൽ ലൈഫ് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതൊരു റിയാലിറ്റിയും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള നഷ്ടവുമാണ് ആക്ച്വലി. അത് യങ്ങർ ജനറേഷൻ മനസ്സിലാക്കാത്ത എന്തുകൊണ്ടായിരിക്കും? കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സാമ്പിളായിട്ട് കാണാൻ കരുതുന്ന ആൾക്കാരില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അതായത് ഞാൻ കണ്ടത്, നമ്മളിപ്പോൾ ഒരു ടീന് നല്ലൊരു പ്രായത്തിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോയിരുന്നാലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇൻവോൾവ് ആവാൻ പറ്റും. നമുക്കിപ്പോൾ ഏത് പ്രകൃതി സിറ്റുവേഷനിലായിരുന്നാലും, ഇപ്പൊ വെള്ളച്ചാട്ടം ആയിരുന്നാലും ഏതായിരുന്നാലും നമുക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങ് ചാടാം. മറ്റേതങ്ങനെയല്ല, മുട്ടുവേദന, നടുവേദന, വെള്ളം തന്നെ നമുക്ക് ആലോചിക്കും ഇനി ഇതിന്റെ തൈലം ഇടണോ, അതാണ് എല്ലാം കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. മരുന്നിന്റെ ഒരു സെറ്റായിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ മറ്റേതാണെങ്കിൽ പനി വന്ന നമ്മൾ മരുന്ന് കഴിച്ച് നമ്മൾ റെഡിയാക്കും. കാരണം ആ ചോരത്തളപ്പ് ഉള്ളതുകൊണ്ട് അപ്പോഴും നമുക്കൊരു വേറൊരു സന്തോഷം നമുക്ക് അതിൽ നിന്ന് കിട്ടും. നമുക്ക് ഈ എന്ത് കാര്യം ചെയ്താലും നമുക്ക് അതിനൊരു മാനേജ് ചെയ്യാൻ നമുക്ക് ആ ഒരു വിൽ പവർ ഉണ്ട്. മറ്റേത് അങ്ങനെയല്ല, അയ്യോ നമ്മൾ ആ ഇന്നടുത്ത് പൊക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ എത്ര രൂപയാവും, അങ്ങനെ. മറ്റേത് അങ്ങനെയൊന്നുമില്ല, നമ്മൾ 100 രൂപ കിട്ടിയാൽ പെട്രോൾ അടിക്കാൻ പൈസ കിട്ടിയാൽ നമ്മൾ രാജാവ്, ബാക്കി അവിടെ ചെന്നിട്ടല്ലേ.
പലരും ഈ പറഞ്ഞ പോലെ മാരേജ് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക, സെറ്റ് ആക്കുക, ഇനി അത് വന്നാൽ എന്ത് സംഭവിക്കും, ആക്ച്വലി ഇവർ പേടിക്കുന്ന ഒന്നും വരാനും പോകുന്നില്ല, പ്രസന്റ്ലി ഇവരുള്ള ലൈഫ് മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ട് പോവുകയാണ്. കാരണം പൈസ നമുക്ക് ചെലവിനുള്ള, അതായത് വാകേറിയ ദൈവം അന്നവും തരുമെന്നുള്ളത് 100% ശരിയാണ്. നമുക്കുള്ളത് നമുക്ക് തന്നോണ്ടിരിക്കുകയാണ്. പിന്നെ ആഡംബരത്തിനുള്ളത് വേണമെങ്കിൽ നമ്മൾ വേറെ എക്സ്ട്രാ ചെയ്യണം. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത്. മറ്റേത് നമുക്ക് നമ്മളെ സമയങ്ങളിൽ കറക്റ്റ് ആയിട്ട് ദൈവം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. ബാക്കി നമ്മൾ ആഡംബരത്തിന് വേണ്ടിയിട്ട് നമുക്കുള്ളത് അത് ദൈവം തന്നെ പറഞ്ഞു, നീ പട്ടിയെ പോലെ എടുത്തോ, അത് മറ്റുള്ളവരെ കാണിക്കാനാണ്, അല്ലാതെ നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യാൻ നമുക്ക് പൈസയുടെ ആവശ്യമില്ല. നമ്മൾക്ക് അത് തുച്ഛമായ പൈസ മതി. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ ഇന്ത്യ ട്രിപ്പ് എടുത്ത് നോക്കിയാൽ വരെ സഞ്ചരിച്ചിട്ടുള്ളവര് അവർക്കൊക്കെ ചെലവുകൾ വളരെ കുറവാണ്. ലോകം ചുറ്റി സഞ്ചരിച്ചവർക്ക് ചെലവില്ല. എന്നാ ഭയങ്കര ആഡംബരം കണ്ട് ഫ്ലൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പോയി. അല്ലാണ്ട് പോയി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണവർക്ക് പൈസയുടെ ആവശ്യമില്ല. കിട്ടണത് കൊണ്ട് തന്നെ ഏതാണ് ഈ എൻ്റെ ഒരു സാറുണ്ട്, ഹരി എന്നാണ് സാറിന്റെ പേര്, ഇലക്ട്രോണിൽ നിന്ന് റിട്ടയർഡ് ആയ സാറാണ്. സാറിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഒരു തോർത്ത് കൊടുക്കും, ഒരു ലുങ്കി എടുക്കും, ഒരു ഷർട്ട് കൊടുക്കും. ഇതാണ് സാറ് പോകാൻ. സാറ് ഒരു മാസത്തിൽ പെൻഷൻ കിട്ടുമ്പോൾ സാർ അങ്ങോട്ട് ഒരു പോക്കാണ്. സാറിന് ഇഷ്ടമുള്ളത് റെയിൽവേയിൽ പോയിട്ട് മറ്റേ പാക്കേജ് എടുക്കും, പോകാൻ പറ്റണം അത്രയും പോകും. അത് സാറ് പണ്ട് മുതലേ ചെയ്യുന്ന ഒരു ഇതാണ്. അതായത് ജോലിക്ക് ചെയ്യുന്ന സമയത്തും അവർക്ക് കിട്ടുന്ന ലീവ് 3 ദിവസമാണെങ്കിൽ 3 ദിവസം, 2 ദിവസമാണെങ്കിൽ 2 ദിവസം പോയിരിക്കും. സാറ് പറയുന്നത് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുമ്പം കിട്ടുന്ന ഒരു എനർജിയും നമുക്ക് പോസിറ്റീവ് ഫീലും മൈൻഡ് റീഫ്രഷായി വരെയാണ്. എന്നാൽ ഇന്നുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനാണ് പോകുന്നത്. ഫോട്ടോ ഓപ്പർച്യൂണിറ്റി അത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സങ്കടം വരുമ്പോൾ നമ്മൾ കാണിക്കില്ലല്ലോ. അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്തെങ്കിലും നമുക്കൊരു മണ്ടത്തരം കാണിച്ച് നമ്മൾ ഒരിക്കലും കാണിക്കില്ല. അത് കാണിച്ചാൽ ഓക്കെ, എല്ലാം കാണിക്കണമെങ്കിൽ എല്ലാം കാണിക്കണം. നമ്മൾ കാണിക്കുന്ന മണ്ടത്തരവും നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി ഇന്ന ഒരു അബദ്ധം പറ്റി, അതൊക്കെ കാണിച്ചാൽ ഓക്കെ. ഇത് അതിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് കാണിക്കും. അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, അത് കാണിക്കേണ്ട കാര്യമില്ല. അതിന് സമയം കളയേണ്ട നേരം ഉണ്ടെങ്കിൽ നമുക്ക് അത് ആസ്വദിക്കാം. നമ്മളിപ്പോൾ കടൽ കാണാൻ പോവുകയാണ്, നമ്മളവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളതിൽ എന്തുകൊണ്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. ആ സമയം നമ്മൾ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് പോണതിനുള്ള ഒരു വെർത്ത് കിട്ടും. അല്ലാതെ മെമ്മറിക്കീസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോട്ടോ 1-2 ഒക്കെ എടുത്ത് ഇങ്ങനെ നല്ലൊരു കാര്യമാണ്, നമുക്ക് പിന്നീട് റെഫർ ചെയ്യാനും പറ്റും. പലരും പോകുന്നത് ഫോട്ടോ എടുക്കാനാണ്. അതാണ് പ്രശ്നം. ആണ് അതാണ് ഇതിന്റെ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നത്. ഇപ്പം നിഖിലിന്റെ ലൈഫ് ഇപ്പൊ എത്ര വയസ്സായി? ആക്ച്വലി എനിക്കിപ്പോ 33 വയസ്സായി. ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ 3 കാര്യങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെയാ പറയാ? സന്തോഷം എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ എന്തെങ്കിലും ഒരു സന്തോഷം കണ്ടെത്തും. എന്ത് കാര്യമായിരുന്നാലും, ഇപ്പൊ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നാലും എന്തെങ്കിലും, കാരണം എനിക്ക് ഞാൻ ആരുടെ അടുത്തായിരുന്നാലും എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്ന രീതിയിൽ മാത്രമേ എന്ത് കാര്യമായിരുന്നാലും ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകാറില്ല. കാരണം അവരെയും വെറുപ്പിക്കാൻ പാടില്ല, നമ്മളെയും വെറുപ്പിക്കാൻ പാടില്ല. അതുപോലെ എന്ത് കാര്യം ചെയ്തിരുന്നാലും നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടണമെങ്കിൽ മാത്രമേ ഞാൻ അതിനോട്ട് ഇറങ്ങി തിരിക്കാറുള്ളൂ. അല്ലാത്ത മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നോ, അല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്നോ, അല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണമില്ലാന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകാറില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് എഫേർട്ട് എടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമായിരിക്കണം. അങ്ങനെ മാത്രമേ അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാത്തിലും എന്തെങ്കിലും ഞാൻ ഒരു സന്തോഷം കണ്ടെത്താറുണ്ട്. സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഓർത്തിരിക്കുന്നു ഇല്ല. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കള് വന്നത്, ലൈഫിലേക്ക് കടന്നു വന്നത് തന്നെയായിരിക്കും ഏറ്റവും സന്തോഷമുള്ള. ഇപ്പോഴും ഞാൻ സന്തോഷിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ വരുമ്പോൾ അവർ ഓടി വരുന്ന ആ ഒരു ഇത് മൊമെന്റ്സ് ഇപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴൊക്കെ അവർക്ക് കുഞ്ഞു കുട്ടികളാണ്, 5 വയസ്സും 4 വയസ്സും ആ ഇതേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഇപ്പോഴാണ് എന്നെ കൊണ്ടുള്ള ആവശ്യം. ഇപ്പൊ കാരണം കുറച്ച് ഇതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങളിൽ പോയിക്കഴിഞ്ഞാൽ, കാരണം ഇപ്പൊ അവരുടെ ഒരു ഇത് എന്ന് പറയുന്നത് നമ്മളെ കോൺഫിഡൻസ് നമ്മളാണ്. അവര് അത് മാത്രമല്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴ് അപ്പൊ ഇവിടെ നിന്ന് കൈ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇത് എന്തുണ്ടെങ്കിലും നമ്മൾ എത്ര ഇതായിട്ടുള്ള എത്ര ബിസി ആയിരുന്നാലും ഉള്ള ജോലി ഇതിന് പിന്നെ ചെയ്യാൻ അവൻ വിളിക്കുകയല്ലേ. പോയി കഴിക്കുമ്പോ ഒരു പാത്രത്തിൽ കൈയിട്ട് വാരി കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നിനും കിട്ടാറില്ല. ആ ഒരു സന്തോഷം വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. ഇപ്പം ഈ കല്യാണം കഴിക്കാത്തവർ, അല്ലെങ്കിൽ പിന്നെ കല്യാണം
വെയിറ്റ് ചെയ്യണം, ഇപ്പൊ വേണ്ട, പിന്നെ മതി എന്ന് പറയുന്ന ആൾക്കാർ മക്കള് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ബേർഡനായിട്ടാണ് കാണുന്നത്. പക്ഷെ മക്കളുള്ളവരാരും ഒരിക്കലും അങ്ങനെ പറയാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ 3 കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ? വിഷമം ഉണ്ടാക്കിയത് അങ്ങനെ പല, അതായത് ആൾക്കാരിങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വർക്ക് സംബന്ധമായിരുന്നു എന്നാലും അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പിന്നീട് അവര് ഒരു പുച്ഛിച്ച് കളയുന്നതും, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മോഹിച്ച് നമ്മൾ വാങ്ങിച്ചത് അത് വാങ്ങിച്ചിട്ട് വരുമ്പോഴ് അയ്യോ അത് അതിനുള്ളതില്ലല്ലോ, ആരെങ്കിലും വാക്ക് വിശ്വസിച്ച് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒരാളുടെ അടുത്ത് റെഫർ ചെയ്തു എന്നിട്ട് അത് വേറൊരാളെ പറ്റിക്കുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതാണ്, എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ചേട്ടൻ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് ഞാൻ അത് 100 തവണ ആലോചിച്ചിട്ട് ഞാൻ ഒരാളെ റെഫർ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിനെ പറ്റിയും പഠിച്ചിട്ട് എന്നിട്ട് ചേട്ടൻ്റെ അടുത്തും കൂടെ പഠിച്ചിട്ടേ അത് വാങ്ങിക്കാൻ പോകുന്നു. കാരണം എനിക്കറിയാം അതിൽ എന്തെങ്കിലും ഒരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും നഷ്ടം ബാധിക്കും. കാരണം 1 രൂപ മുടക്കി വാങ്ങിക്കണം, അങ്ങനെ ഒരുപാട് അടുത്ത് അബദ്ധം പറ്റിയിട്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടുമുണ്ട്. ഇഷ്ടംപോലെ ഇഷ്യൂസ്. അതിൽ ഈ അടുത്ത് തന്നെ ഒരു ഞാൻ സെറ്റ് ഓർഡർ ചെയ്തിട്ട് ആ ഒരു സ്റ്റാളെ പിന്നെ കാണാനില്ല, അഡ്വാൻസ് എമൗണ്ടും കൊടുത്തു. ഫെയറിൽ പോയിട്ട് ഒരു ഇവന്റിൽ അവർ ഭയങ്കര സ്റ്റാളൊക്കെ ഇട്ടിരുന്ന് അവർ 50% സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എൻ്റെ ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസേ അതിനകത്തില്ല എന്നാണ് അതിനർത്ഥം. പക്ഷേ എമൗണ്ട് ട്രാൻസ്ഫർ ആയി. അത്രയ്ക്ക് ഫ്രോഡത്തനമാണ് നമ്മളെ ഇവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്ത് കാര്യമായിരുന്നാലും നിമിഷ നേരം കൊണ്ട് നമ്മളെ പറ്റിക്കപ്പെടാം. മെയിനായിട്ട് ചിലവര് നമ്മളെ റെഫർ ചെയ്യുന്ന ചിലപ്പോ അവര് വാങ്ങിച്ചപ്പം ബെറ്റർ ആയിരിക്കും, പിന്നീട് കിട്ടണമെന്നില്ല. കാരണം ആദ്യം ഇപ്പൊ നമ്മളിപ്പോ ഏത് സ്ഥാപനം എടുത്ത് നോക്കിയിരുന്നാലും അവർ ആദ്യം ഇറക്കുന്ന പ്രോഡക്റ്റ് ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെമോയ്ക്ക് വെക്കുന്ന സാധനം ബെസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ അത് കസ്റ്റമർ എടുത്ത് എത്തുമ്പോൾ അത് ഉറങ്ങിയിരിക്കുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നമ്മളെ മിക്ക ബിസിനസ്സും. അപ്പോഴും ശരിക്കും വിറ്റവനെ വിശ്വസിക്കുകയില്ല. ട്രസ്റ്റ് ഡെഫിസിറ്റ് വരും. ഇപ്പൊ 10 രൂപയ്ക്ക് വിൽക്കണവനെ വിശ്വസിക്കൂല, എന്നാൽ 100 രൂപയ്ക്ക് വിൽക്കുന്ന അടിപൊളി സാധനം എന്ന് പറയും. എന്നാൽ ഇതിനെക്കാളും കൂടുതലുള്ള സാധനമായിരിക്കും വിൽക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റവും ഇപ്പം സപ്പോസ് നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് ഇവോൾവ് ചെയ്ത് വരുമ്പോൾ എന്താണ് ആക്ച്വലി 3 വിഷസ് പറയാൻ ഇപ്പം ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളോട് ചോദിക്കണം 3 കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെടുക? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ദൈവം ഇങ്ങനെ ഒരു വരം തന്നെങ്കിൽ കൊള്ളാന്ന്. അതായത് മക്കൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഒപ്പം എനിക്ക് ഇന്നത് വേണം എന്ന് പറയണമെങ്കിൽ ഞാൻ 100 തവണ ചിന്തിക്കണം. ഇനി ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കണം, ഈ മാസം റൺ ചെയ്യാൻ പറ്റുമോ, അത് വാങ്ങിച്ചു കൊടുത്താൽ പറ്റും. ചിലപ്പോൾ ചെറിയ എമൗണ്ട് ഉള്ള സാധനമായിരിക്കും, എന്നിട്ടും പറ്റണില്ല. ഇപ്പോൾ പറയണം മക്കളെ സാലറി വന്നിട്ട് ഇപ്പൊ വാങ്ങിച്ചു തരാം, അങ്ങനെ പറയാതെ എനിക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ മക്കളെ ഇപ്പൊ നമുക്ക് അടുത്ത മാസം പോവാം, അങ്ങനെ പറയാതെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അത് എനിക്ക് ഈ മക്കൾ ആയതിനു ശേഷം ഇവരിങ്ങനെ വന്നപ്പോഴാണ് എന്റെ മനസ്സിൽ പലതും തോന്നിയിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എത്ര അടുത്തുള്ള വർക്ക് പോയിട്ട് വന്നിരുന്നാലും നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടോലെ ഉറങ്ങാൻ പറ്റണം. നമുക്ക് ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് സമാധാനമായിട്ട് ഉറങ്ങണം ലൈഫ് ലോങ്. അങ്ങനെയുള്ള ജോലികൾ മാത്രമേ ചെയ്യാനും പാടുള്ളൂ. അത് ഫാമിലിയിൽ സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതാണ്. അത് ദൈവം അത് ഇത്ര നാൾ തന്നിട്ടുണ്ട്, ഇനി അങ്ങനെ തരണമെന്നാണ്. പിന്നെ 3ാമതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ മരിക്കണമെന്നാണ്. കിടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്, ആദ്യത്തെ 1 മാസമൊക്കെ എല്ലാവരും നോക്കും, പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഹോം നേഴ്സിനെ വെക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ബെഡ് വാങ്ങിക്കണോ, അത് ബെഡ് വാങ്ങിക്കണോ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ആവരുത്. കടന്നാ പിറ്റേന്ന് രാവിലെ അങ്ങ് പോയാ അത്രയും സന്തോഷം. ഇതാണ് എനിക്ക് ആകെ ആഗ്രഹമുള്ളത്. ഇപ്പൊ നമ്മൾ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് അവർക്ക് അത്ര യൂസ്ഫുൾ അല്ലല്ലോ. നമ്മളുടെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കി എന്നാലല്ലേ അവർക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവും. അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കില്ല എന്നുള്ള ഒരു റിയാലിറ്റി അവർ മനസ്സിലാക്കുള്ളൂ. ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. അതിന് ഞാൻ ഒരു ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനമാണെങ്കിൽ അവർക്ക് ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലും പറഞ്ഞ ഉടനെ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അവനെ അത് കാണിച്ചു വിടാം, ഇന്നതാണ്, ഇതുകൊണ്ട് നിനക്ക് അത് യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇനി അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല, അവരിൽ തന്നെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഇന്നതൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഇന്നതിന് ഇത്രയും വിലയുണ്ട്, നമ്മളത് സൂക്ഷിച്ച് ഉപയോഗിക്കണം.
പിന്നെ വേറൊരു കണക്കുണ്ട് കേട്ടാ, നമുക്ക് പണ്ട് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇപ്പൊ അവർക്ക് ആഗ്രഹിക്കുന്ന മുന്നേ നമ്മൾ വാങ്ങിക്കണം. അവരുടെ പേരിൽ നമ്മൾ വാങ്ങിക്കണം. അതിപ്പോ എന്റെ ഒരു ഹോബി ആയിട്ട് പോകണം. ഇപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഇപ്പൊ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കടയിൽ കാണുകയാണെങ്കിൽ, ചിലപ്പോ എന്തെങ്കിലും കാണാൻ ചെറിയൊരു ടോയ്, റിമോട്ട് ടോയ് കാണുകയാണെങ്കിൽ എനിക്ക് മനസ്സിൽ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ മോന്റെ പേരിൽ വാങ്ങിയാണ്. ആര് ചോദിക്കുന്നത് അവന് വേണ്ടി വാങ്ങിച്ചത്, പക്ഷെ ഉപയോഗിക്കുന്നത് ഞാനായിരിക്കും. അതിപ്പോ മിക്ക വീടുകളിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാം വാങ്ങിച്ചോളും അത്. പക്ഷെ അത് എല്ലാത്തിനും ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. മോൾഡ് ചെയ്യേണ്ട സമയത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒപ്പരയിൽ വേറെ പൈസ ഇല്ല, അല്ലെങ്കിൽ ഒപ്പം ഇത്രയും കഷ്ടപ്പെട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ചിലവരുണ്ട് അങ്ങ് വെറുപ്പിച്ചോണ്ടിരിക്കണം. അവർ പിന്നെ ചോദിക്കാനേ തോന്നില്ല. അങ്ങനെ പറയാനോ നമ്മൾ ഈ കണക്കും പറയും. അതാണ് ഈ ചിലർ ഞാൻ ഈ നോവന് പഠിപ്പിച്ച് ഇത്രയും തന്നെ അതൊന്നും അങ്ങനെ ചെലവാക്കിയതിന്റെ കണക്കേ എഴുതി വെക്കാൻ പാടില്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടോ, എന്ത് കാര്യം ചെയ്തതിന് മോനൊരു പെൻസില് 10 രൂപ ഇങ്ങനെ എഴുതി കീപ്പ് ചെയ്ത് ഇവൻ ഇത് കണ്ട് 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 എന്നെ സമാധാനമില്ല. അവനെ കാണുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെയൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ഫ്രസ്ട്രേഷൻ ആണ്. മക്കൾ അവരുടേതായിട്ടുള്ള രീതിയിൽ പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വരവ് ചെലവ് കണക്ക് നമ്മൾ അക്കൗണ്ടിങ് അത് നമുക്ക് തന്നു, നമ്മൾ ചെലവാക്കി, നമ്മളത് കൂട്ടി വെക്കും. കാരണം ഒരു എമൗണ്ട് സേവ് ചെയ്ത് വെക്കണം. കാരണം എമർജൻസി സിറ്റുവേഷൻ, മെഡിക്കൽ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റണം. അതിനുള്ള ഒരു എമൗണ്ട് മാത്രം നമ്മൾ ചെയ്ത്, അല്ലാതെ ഈ വരവ് ചെലവ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് ഡയറിയിൽ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഭ്രാന്താവുകയുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാം പിശുക്കി ജീവിക്കേണ്ടി വരും. ഈ കണക്ക് മറ്റേത് ഇന്നൊരു ആവശ്യമുണ്ട്, നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രശ്നമില്ല. പിന്നെ ഉള്ളത് വെച്ച് നമുക്ക് ജീവിക്കാന്നുള്ള, നമുക്ക് 100 രൂപയ്ക്കും ജീവിക്കാം, 1000 രൂപയ്ക്കും ജീവിക്കാം. അതാണ് കോൺസെപ്റ്റ്. നമ്മളതിൽ ഹാപ്പിയാണ്. വേറൊരു അതാണ് നമുക്ക് ജീവിക്കാൻ കുറച്ച് എമൗണ്ട് മതി കേട്ടാ. ഇപ്പൊ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലാവിഷായിട്ട് പലവ്യഞ്ജന സാധനവും മലക്കറി എല്ലാം കൂടെ വാങ്ങിച്ചാൽ പോലും 3000 രൂപയ്ക്കകത്തേ വരുള്ളൂ. എന്നാൽ നമുക്കത് 10,000 രൂപയ്ക്ക് ബില്ലാക്കാം. നമുക്ക് ഹാർപ്പിക്ക് 1 മാസം ഉപയോഗിക്കാം, 2 മാസം ഉപയോഗിക്കാം. ഗ്യാസും അതേപോലെ തന്നെ 1 മാസം ഉപയോഗിക്കാം, 2 മാസം ഉപയോഗിക്കാം. അതാണത്. നമുക്ക് എന്തും നമുക്ക് ലാവിഷായിട്ട് ഉപയോഗിക്കാം, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അല്ല ഇതിന് മണം കുറഞ്ഞു നമുക്ക് അടുത്തത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയാവണ കേസല്ലേ. നമുക്ക് റിക്വയർമെന്റ് മീറ്റ് ചെയ്യുക, അതാണ് മെയിൻ. ഇത് അങ്ങനെയെങ്കിൽ നമ്മളെ ലൈഫിൽ വേറെ ഒരു ഇഷ്യൂവും വരില്ല. അല്ലാതെ ഇങ്ങനെ ചുമ്മാ കൊണ്ട് കൂട്ടി വെച്ചിട്ട് എന്തിനാണ്? കാരണം മക്കൾക്കും അതിന്റെ വാല്യൂ അറിഞ്ഞുകൂടാ. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ വാല്യൂ ഇല്ല. ഇപ്പൊ ചിലവർ കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട് കൂട്ടണ കണ്ടിട്ടുണ്ട്. എന്തിന്? അത് മിക്കവർക്കും ബാക്കി ആർക്കും അറിഞ്ഞൂടാ. പുള്ളി ഇരുന്ന് തട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിനിലാവും. അവർക്ക് പലിശയായിട്ട് അവര് ലോണും കൊടുത്ത്, അവര് ചിട്ടിയും കൊടുത്ത്, എല്ലാം കൊടുത്ത് അവര് ഹാപ്പി. ബാങ്കുകാർക്ക് സന്തോഷം. ഈ പൊട്ടന്മാര് കൂട്ടി വെച്ചിരുന്നിട്ട് ഒന്നും ഇല്ലാതായി പോകും. എന്നായിരുന്നാലും ചാവണം ഇല്ലേ? അതിന് ഇന്നാ മാത്രമേ പിള്ളേരും അവര് ഇന്നത് ചെയ്താലേ അടുത്ത് ഇനി കിട്ടുള്ളൂ. കാരണം ആരും ഞാൻ അങ്ങനെയാണ്, എൻ്റെ പപ്പയും അങ്ങനെയാണ്. നമുക്ക് ഞാൻ എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് എഫേർട്ട് എടുത്താണ് ഞാൻ വാങ്ങിക്കുന്നത്. അല്ല പപ്പ എനിക്കത് വേണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഡിസ്റ്റർബ് ചെയ്യാറില്ല. അന്നും ഇന്നും നമുക്ക് എന്തെങ്കിലും തോന്നി നമ്മൾ ജോലിക്ക് പോയി അല്ലെങ്കിൽ എന്നാൽ മാത്രമേ നമുക്ക് അതിൽ വാങ്ങിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് വാല്യൂ ഉള്ളൂ. അത് നമ്മൾ സൂക്ഷിക്കും പോലെ, അല്ലെങ്കിൽ നമുക്ക് അതിലൊരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് അതിന് ഒരു ഇത് വരില്ല. അത് നമ്മൾക്ക് മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാണ്, എടാ വാങ്ങിച്ചെന്ന സാധനം നീ സൂക്ഷിച്ചാ, ആ ഒരു ചോദ്യം വരുമ്പോഴേ നമ്മളവിടെ തകർന്നില്ലാതായി പോകുന്നത്. മറ്റേത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് ചിലപ്പോൾ ഞാൻ അത് ചിലപ്പോൾ പൊളിച്ചു നോക്കും, അത് തുറന്നു വെക്കും, ചിലപ്പോൾ അത് എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ മാറ്റി വെക്കും. അപ്പൊ അത് എന്റെ മാത്രം ഇതാണ്, യൂസിങ് ചെയ്യും. കാരണം എനിക്കറിയാം അത് ഇന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിപ്പോവും എന്നുള്ളത് വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പഠിച്ചു വരണമെങ്കിൽ പിള്ളേര് തന്നെ ഇത് വേണമെന്നാണ്. നമ്മളിപ്പോൾ ഒരുപാട് എല്ലാം കൂടെ സേവ് ചെയ്ത് അവർക്ക് ഇങ്ങനെ എണ്ണി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ നേരം വരുള്ളൂ. അങ്ങനെ കൊടുത്ത് വളർത്താൻ പിള്ളേരെ എന്റർടൈൻ ചെയ്യാൻ കരുതി എനിക്ക് താല്പര്യമില്ല. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന പല ഫേമുകളിൽ വർക്ക് ചെയ്തു, ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥാപനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന സ്ഥാപനം ഏതാണ്, അല്ലെങ്കിൽ റോൾ ഏതാണ്, കൂടുതൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഫുൾഫിൽമെന്റും കണ്ടെത്തിയിരുന്ന ഏത് കാര്യം? പല ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം വർക്ക് ചെയ്യാൻ നമുക്ക് മാറ്റി നിർത്താം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള റോൾ ഏതാണ്? അതായത് ചേട്ടാ ഫാമിലി പോലെ വർക്ക് ചെയ്യുന്നത് എഴുതാൻ വളരെ കുറവാണ്. കാരണം എല്ലാം കൂടെ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ മറ്റവന് അസൂയാണ്, അയ്യോ അവൻ കൂടുതൽ ചെയ്തു. അങ്ങനെയുള്ള മത്സര ബുദ്ധിയുള്ളവരടുത്താണ് കൂടുതൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അതല്ല ഹാപ്പി ആയിട്ട്
എല്ലാവരും അവരവരെ ജോലിയും ചെയ്ത് ബാക്കി ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ജോലി എവിടെ ചെയ്തിരുന്നാലും അത് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ വളരെ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ കൂട്ടായത്. നമ്മളൊക്കെ എൻജോയ് ചെയ്ത് ഇതും ഓലെയൊന്നും വേറെ ആരും ഇന്നത്തെ കാലത്ത് എന്നാ ഇപ്പോഴും നമ്മൾ അറിയപ്പെടുന്നിടത്ത് ജോലിയും ചെയ്യണം. പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന നമ്മുടെ ടീനേജ് അല്ലെങ്കിൽ ഒരു 15 വയസ്സ് കഴിയുമ്പോൾ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം. എന്നാലേ നമുക്ക് ലൈഫിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാവും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നേരത്തെ ജോലി ചെയ്യാൻ തുടങ്ങി, നേരത്തെ കല്യാണം കഴിച്ചു എന്നുള്ളത് വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ലൈഫ് വളരെ ഫങ്ഷനിങ് ആക്കുന്ന ഗ്രൗണ്ടഡ് ആക്കുന്ന കുറെ കാര്യങ്ങളാണ്. എന്നിട്ട് പലപ്പോഴും വിളിക്കുമ്പോഴും ഓരോ ഇടത്തിറക്കിയും ഓരോ ഇഷ്യൂ ആയിരിക്കും തീർത്തോണ്ടിരിക്കുന്നത്. അത് ഞാൻ അങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നമ്മൾ കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. നമുക്ക് അതിനകത്ത് നമുക്ക് ഒരു സന്തോഷമോ അല്ലെങ്കിൽ അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ചട്ടവിട്ടത്. എന്നാൽ നമ്മൾ പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ കോൺട്രാക്ട് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമുക്കറിയാം അത് നമ്മൾ അതെല്ലാവരും നമ്മൾ മൈൻഡ് ഒന്ന് റീഫ്രഷ്മെന്റിനായിരിക്കും ഇതിന് വരുന്നത്. അല്ലെങ്കിൽ കുറച്ച് ഏണിങ്സ് ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സമയം വേസ്റ്റ് ആക്കൂല. ഇപ്പോൾ മാരീഡ് ഒന്നും അല്ല, ഫാമിലി വീട്ടിൽ പോയിട്ട് ചുമ്മാ ഫോണിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇവന്റിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെയും കിട്ടും. നമുക്ക് നന്നായിട്ട് മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റും. അല്ലാതെ ബാറി ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കണ്ടുവരുന്ന ഇപ്പൊ ബാറിൽ പോയിരിക്കുക അല്ലെങ്കിൽ സേർട്ട് വലിച്ചുകൊണ്ടിരിക്കുക, അതിലൊന്നും ഒരു സന്തോഷവും അവർക്ക് ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും കിട്ടത്തില്ല. അതല്ലാതെ ലൈഫിൽ സന്തോഷം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈഫിന്റെ ത്രില്ല് എന്ന് പറയുന്ന ആക്ച്വലി വളരെ റിയലിസ്റ്റിക് ആയിട്ട് എൻജോയ് ചെയ്യാൻ. അതായത് ബോധത്തോടെ ഇരുന്നാൽ മാത്രമേ തമാശകൾ ഉണ്ടാവുള്ളൂ. ബോധം ഇല്ലാതിരുന്ന തമാശ ഉണ്ടാവില്ല. മറ്റേത് നമ്മൾ 4 പേര് വളഞ്ഞിരുന്ന് പറയണ തമാശക്ക് പരസ്പരം കളിയാക്കി ചിരിക്കാനും കൈ വയറ് തന്നെ എനിക്ക് എടുത്തായിരിക്കും എനിക്ക് പോകുന്നത്. എല്ലാവരും കൂടി ഇരുന്ന് ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് പറയണതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് സത്യം പറഞ്ഞ ലൈഫിൽ ഒരു സന്തോഷം എന്ന് പറയണം. അല്ലെങ്കിൽ ട്രിപ്പ് പോവുക. ഇപ്പൊ ട്രിപ്പ് പോകുന്ന അവിടെ പോയി അടിച്ച് തെറ്റാവാനാ ഇല്ലേ? നമുക്ക് കുപ്പി എടുക്കണം. ആ ഒരു പറയണ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ കോളേജിൽ നിന്ന് വരെ ടൂർ പോകുമ്പോൾ ആ കുപ്പി എടുത്തിട്ടുണ്ടോ വണ്ടി ബാക്കിൽ സാധനം ഉണ്ടാകുന്നേ ചോദിക്കുള്ളൂ. റിയൂണിയൻ എല്ലാത്തിലും കുപ്പി കുപ്പി കുപ്പി. ഇതുണ്ടെങ്കിൽ കല്യാണത്തിന് വരെ ഉണ്ട്. കുപ്പി ഇല്ലാത്തതിന് കൂട്ടുകാർ വരില്ല. അതെന്ത് ന്യായമെന്നാണ്. അപ്പം അതൊക്കെ അതൊന്നും അല്ല സന്തോഷം എന്ന് മനസ്സിലാക്കുന്ന നാൾ ഇനി എന്ന് വരുമെന്ന് എനിക്ക് അറിഞ്ഞോളാം. എന്നാൽ ഈ ഒരു കാണുന്നുണ്ട് ഇതൊന്നും അല്ല സന്തോഷം. പിന്നെ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂട്ടത്തിലിരിക്കുന്നവർ തന്നെ അടിച്ചാലേ ഒരു വിലയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നല്ല കമ്പനികൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ വലിയവരെല്ലാം അടിക്കുന്നവരാണ്. അപ്പൊ അവരെ കൂട്ടത്തിൽ ചേരണമെങ്കിൽ അടിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ അത് കുറച്ച് ഫിലിമൊക്കെ കുറച്ച് സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആണ്. ഇപ്പം നിഖിൽ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് ആക്ച്വലി നിഖിലിന് ടഫായിട്ടുള്ള ടാസ്കുകൾ വേറെ ആരും ചെയ്യില്ല, അല്ലെങ്കിൽ വേറെ ആൾക്കാർ തോറ്റെടുത്ത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചെടുത്ത് നിഖിൽ പോയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഫുൾഫിൽമെന്റ് ഉണ്ടായിരിക്കുന്ന ഒരു വർക്ക് പറയാം. മിക്കതും അങ്ങനെയായിരിക്കും ചേട്ടാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് കാര്യമായിരുന്നാലും ഇപ്പോൾ ആരെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമർ അടുത്ത് പറയുകയാണെങ്കിൽ ഇത് പറ്റൂല, അവർക്ക് എന്നാൽ ഇതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, അത് എന്തോ അല്ലെങ്കിൽ അതിന് ഇത്ര എമൗണ്ട് ആവും, അങ്ങനെ പറയുന്നവർക്ക് ഈ ഉള്ള സാധനം വെച്ച് തന്നെ അല്ലെങ്കിൽ 5 പൈസ ചിലവില്ലാതെ എന്ത് സാധനം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ അത് മാക്സിമം. പിന്നെ ഈ മറ്റുള്ളവർ എന്നെ കൊണ്ടത് പറ്റൂല കേട്ടോ ചെയ്യാൻ കരുതി അങ്ങനെ പറയണ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ നമുക്ക് ഈസിയാണ്. ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ച സാധനമാണ്. ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് പുറമെ കാണുന്ന എല്ലാ സാധനവും ഈ മനുഷ്യൻ കണ്ടുപിടിച്ച സാധനമാണ്. ഇതെല്ലാവരെ കൊണ്ട് ചെയ്യും. ദൈവം എല്ലാവർക്കും ഒരേപോലെയാണ് ബുദ്ധി വന്നിരിക്കുന്നത്. നമ്മളത് പോളിഷ് ചെയ്യാത്തതിന്റെ ഒരൊറ്റ ഗുണമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് ഇൻവോൾവ് ആയാൽ മതി. അപ്പോൾ ഈ പറ്റൂല, അതായത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, അവർക്ക് പഠിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ മിക്കയിടത്തും എന്തെങ്കിലും ഇലക്ട്രിക്കിന്റെ ഇഷ്യൂ ആയിരുന്നാലും കമ്പ്യൂട്ടറിന്റെ ഇഷ്യൂ ആയിരുന്നാലും എന്ത് ഇഷ്യൂ ആയിരുന്നാലും അവർക്ക് മെനക്കെടാൻ സമയമില്ല. അതാണ് മെയിൻ. അവർക്ക് അവരെ കണക്കൂട്ടൽ ഉച്ച വരെ ജോലി ചെയ്താൽ ഇത്ര രൂപ, അല്ലെങ്കിൽ വൈകിട്ട് വരെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നെറ്റ് കിട്ടില്ല, ഞാൻ ഉയരത്രയും കണ്ടുപിടിച്ച് ഇനി അതെല്ലാം വലിച്ചിളക്കി ദേവോ അഴുക്കാക്കി വന്നാൽ എൻ്റെ ഡ്രസ്സും പോയി, എനിക്ക് എത്ര രൂപ കിട്ടും, ആ ഒരു ചോദ്യമാണ്.
അല്ലെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെ ഇത് പറയണത്, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട പണിയാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ ഫെയിലായിട്ട് സോൾവ് ആവാന്ന്. അല്ലാത്ത കേസിൽ നമ്മൾ ഇത്തിരി ക്ഷമയോടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീരാത്ത ഒരു കേസും ഇല്ല കേട്ടോ. കണ്ടുപിടിക്കാൻ പറ്റാത്ത കംപ്ലൈന്റ് ഇല്ല, എന്തായിരുന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായ ഒരു സംഭവം പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കാണാൻ കരുതി ഞാൻ നിൽക്കാറില്ല. അവസാനം ഇത് ചെയ്തിട്ട് അത് കാണുമ്പോ അവരെ മുഖത്തൊരു ചിരിയുണ്ട്, അത് മതി. ആ കാണുമ്പോ അവരൊരു ചിരിയുണ്ട്. അത്രയും നേരം വേർത്ത് നിൽക്കുന്നവരെ മുഖത്ത് ആ ഒരു കാരണം എല്ലാം നഷ്ടപ്പെട്ട് ഇതിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ചിലവരുടെ. അയ്യോ ഇത് വാങ്ങിച്ചത് തലവേദന കേസായോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരെ മുഖത്തൊരു ചിരിയുണ്ട്. എന്നൊരാക്കൊക്കെ കണ്ടാ മതി, അതിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഇപ്പം ഈ ഇന്റർനെറ്റ് ധാരാളമായിട്ട് ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നിഖിൽ ധാരാളമായിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് കുറെ കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ കുറെ കൂടെ സേഫ് ആയിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുക, കണക്ടിവിറ്റി യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി യൂസ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു ഹോമിൽ ഇപ്പം പല ഡിവൈസസും ഇപ്പം ഓൾവേസ് നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ്. ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്, പ്രൈവസി വയലേഷൻസ് ഉണ്ട്, ഈവൻ CCTV ക്യാമറകളാണെങ്കിൽ. അപ്പൊ അതെങ്ങനെ നമുക്ക് കുറെ കൂടെ സേഫ് ആയിട്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയാമോ? അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് കേട്ടോ നൈഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് നൈഫ് കൈമുറിയണ രീതിയിൽ ഉപയോഗിക്കാം, മാന്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം. എന്ത് ത്രെറ്റനിങ് നടന്നിട്ടുണ്ടോ നമ്മളെ മണ്ടത്തരങ്ങൾ കൊണ്ട് മാത്രമാണ്. അതായത് എളുപ്പം നോക്കുന്നത് എല്ലാരും ചെയ്യുന്ന ഒരു ലോക മണ്ടത്തരമാണ്, ലോകോട്ടാക്കൂല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് നെറ്റ്വർക്കാണ്. www.ോട്ട് പോകുന്ന എന്ത് സാധനം, അല്ലെങ്കിൽ 8.8 വെച്ച് മാസ്ക് ചെയ്തിങ്ങനെ ഏത് DNS ആയിരുന്നാലും പബ്ലിക്കാണ്, ആർക്കും കയറി പോവാം. ഓഫീസിൽ ആക്സസ് ചെയ്യണത്, വീട്ടിൽ ആക്സസ് ചെയ്യണതും പബ്ലിക്കാണ്. അതായത് നമ്മൾ ഇപ്പൊ Gmail തന്നെ എടുക്കുന്നത്, അത് പബ്ലിക്കാണ്. നമ്മൾ ഫോൺ കണക്ട് ചെയ്തെടുത്താൽ എല്ലാം നമുക്ക് നമ്മളൊരു ഡിവൈസ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നമ്മളിതിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ വൈഫൈ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പബ്ലിക്കാണ്. നമ്മൾ ഡോർ തുറന്നിട്ടിരിക്കുകയാണ്, എന്നാൽ മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ടും വരുള്ളൂ, അങ്ങോട്ടും പോവുള്ളൂ. അപ്പോഴും നമ്മൾ അത് തടയാൻ കരുതിയാണ് നമുക്ക് എല്ലാവർക്കും ഒരു യൂസർ ID പാസ്വേഡും തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ട്. എന്ത് കാര്യം നമ്മളെ മോഡത്തിനായിരുന്നാലും എന്ത് കാര്യത്തിനും എല്ലാത്തിനും സ്റ്റെപ്പായിട്ടുള്ള പാസ്വേഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വൈഫൈക്ക് ആയിരുന്നാലും എല്ലാവരും വൈഫൈ കിട്ടിയിട്ടുണ്ട് 0 to 1 അല്ലേ പാസ്വേഡ്. ഞാൻ തന്നെ ചിലടത്ത് പോകുമ്പോൾ അയ്യോ നെറ്റ് റേഞ്ച് ഇല്ല കേട്ടോ, അടുത്ത് കാണുന്ന നിയറസ്റ്റ് അടിക്കുമ്പോൾ 098 എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്വേഡ് സെറ്റാണ്, ഓപ്പൺ ആണ്. ഇതാണ് എല്ലാവരും, അതായത് BSNL ഏത് ഏഷ്യാനെറ്റ് ഏത് ബ്രാൻഡാണോ അവർ കൊണ്ടുവയ്ക്കുന്നത് അവർ ഡീഫാൾട്ടി സെറ്റ് ചെയ്യണം, അത് തന്നെയാണ് പാസ്വേഡ്. അല്ലെങ്കിൽ അവരെ മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ ഈ പേര് തന്നെയാണ് ഈ സ്മാൾ ലെറ്ററിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് ഏറ്റവും ലോക മണ്ടത്തരങ്ങൾ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു മോഡത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഇഷ്ടം പോലെ ഫ്രീ ടൂൾസുകളുണ്ട്, നമുക്ക് ഈസി ആയിട്ട്. അതിൽ മെയിൻ ആയിട്ട് കണക്റ്റഡ് ആണ് നമ്മളെ CCTV, ഓപ്പൺ ആണ്, പബ്ലിക്കലി ഓപ്പൺ ആണ്, നമ്മളെ നെറ്റ് ആക്സസബിൾ ആണ്. അതായത് നമ്മുടെ മോഡത്തിൽ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ആ ഒരു IP അല്ലെങ്കിൽ IP ട്രാക്കർ ഇട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ IP ആണ് അതിനകത്ത് കണക്റ്റഡ് എല്ലാം അവനെടുത്തിടുക. ആ CCTVയുടെ പാസ്വേഡ് അഡ്മിൻ ആയിരിക്കും, അഡ്മിൻ 1 2 3 അല്ലെങ്കിൽ അഡ്മിൻ ഇതൊക്കെ ആയിരിക്കും പാസ്വേഡ്. ഇതാണ് സാധാരണക്കാരൻ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. പിന്നെ എല്ലാവരും ബാങ്ക് ഇതുപോലെ ഇപ്പോഴത്തെ ബാങ്കിന്റെ ഒക്കെ ഓട്ടോമാറ്റിക് ലോഗൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ചില ബ്രൗസേഴ്സ് സേവ് ചെയ്ത് വെക്കാറുണ്ട്, പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും ലോക മണ്ടത്തരമാണ്. നമുക്ക് ആവശ്യമില്ലേ ലോഗൗട്ട് ചെയ്ത് ഇറങ്ങുക, അല്ലെങ്കിൽ നമ്മളെ അതുകൊണ്ട് യൂസ് ഇല്ലാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പേഴ്സണലി അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ഇടപെടാനുള്ള അല്ലെങ്കിൽ നമ്മൾ അത്രയും സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും വേണ്ട. ഒരു മെയിൽ നമ്മളെ ഇതിൽ നിന്ന് ജനറേറ്റ് ആയി പോയാൽ മതി, ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ ജനറേറ്റ് ആവും. അങ്ങനെ വരെ അല്ലെങ്കിൽ നമ്മളുടെ വൈഫൈ തന്നെ കണക്ട് ചെയ്ത് നമുക്ക് ഒരാൾക്ക് ആർക്ക് വേണം ഈസി ആയിട്ട് അയക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്, ചേട്ടന്റെ വൈഫൈയിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചാൽ മതി, അത് ചേട്ടനെ കാരണം ചേട്ടന്റെ IP ആണ്. എന്റെ ഫോൺ കാണിക്കൂല, എന്റെ അത് മാക് ആയിരിക്കും. മാക് IP വെച്ച് നോക്കിയാൽ അത് ചിലപ്പോൾ നമ്മളുടെ ഇത് ഫിൽട്ടർ ചെയ്യണമെന്നില്ല. അവര് ബ്രോഡ്ബാൻഡുകാർ കൊടുക്കുന്ന ഇന്ന ഇതിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഇവിടെ 100 ഡിവൈസ് കണക്ട് ചെയ്യുന്നാലും കണക്കത് തന്നെ. അപ്പോൾ അത് നമ്മൾ ആദ്യം സെക്യൂർ ആക്കുക. അടുത്ത് ഗസ്റ്റിനുള്ളതാണെങ്കിൽ ഗസ്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഇത് കൊടുക്കുക.
അക്കൗണ്ട് കൊടുക്കുക. ഇപ്പം എല്ലാം നല്ല കൂടിയ മോഡത്തിലെ കൂടിയൊന്നുമല്ല, ഇപ്പോൾ ഒരുവിധം നല്ല മോഡത്തിൽ എല്ലാത്തിലും ഗസ്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അവർക്ക് നമുക്ക് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും അവർ ഏതാണ് സൈറ്റ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാം, സ്പീഡ് ലിമിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ്. മറ്റത് നല്ല സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ്, മിക്സഡ് ആയിട്ടുള്ള പാസ്വേഡ് അത് പറ്റുകയാണെങ്കിൽ മാറ്റുക, ഇടയ്ക്കിടയ്ക്ക് മാറ്റുക. അത് ചില ഇതാണെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് ടൈമറൊക്കെ സെറ്റ് ചെയ്യാം, ഇത്ര 1 മാസം കൂടുമ്പോൾ മാറ്റാം. അത് മാറ്റിയില്ലെങ്കിൽ വരെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുത്താലും മതി. ലെങ്തി ആയിട്ട് ഒരുപാട്, അതായത് ഒരിക്കലും ഇത് ഗസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സോഫ്റ്റ്വെയർ വെച്ചാണ് ഇതുവരെ ഗസ് ചെയ്യിക്കുന്നത്, ഹ്യൂമൻ അല്ല ചെയ്യുന്നത്. അതൊരു മെട്രിക്സ് രൂപയാണ്. അത് കുറെ നമ്മളെ ഈ വേർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചാണ് കോമ്പിനേഷൻ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ABCD എന്ന് പറഞ്ഞ് മെട്രിക്സ് രൂപയാണ് അത് ഫയർ ചെയ്യുന്നതാണ്. ആ പുഷ് ചെയ്യുന്ന സാധനം ഇങ്ങനെ പണ്ട് മാനുവലി താക്കോലില്ലാത്ത കൂട്ട് തുറക്കാൻ പറ്റില്ല, അതിങ്ങനെ ഗസ് ചെയ്ത് ഗ്രീൻ അടിച്ച് കയറി പോകുന്നതാണ്. ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ച സാധനമാണെന്ന് ഓർമ്മയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, ഒരു പൂട്ടും താക്കോലില്ലാതെ എന്നിട്ടില്ല, അത് എന്തായിരുന്നാലും അത് തുറക്കാനും പറ്റും. അത്രയ്ക്കുള്ള ഇത് കരുതിയാൽ മതി, ഏത് സാധനം നമുക്ക് തുറക്കാൻ പറ്റും. അപ്പൊ നമ്മൾ തന്നെ കുറച്ച് കെയർ ചെയ്യുക. നമ്മൾ ഈ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഈ ത്രെട്ടനിങ് ഈ പബ്ലിക് സൈറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ബാങ്കിന്റെ ഒക്കെ ലോഗിനൊക്കെ ആക്കും. അതൊക്കെ കീലോഗർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ മിക്കടുത്തും ഇട്ടിട്ടുണ്ടാവും. യൂസർ ഐഡിയും പാസ്വേഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചിലവർ, കാരണം അതൊരു ബിസിനസ് പോലെ കാണുന്നവരുണ്ട്. നമ്മളിപ്പോ സിമ്പിളായിട്ട് പറയാം, നമ്മൾ ആധാർ കോപ്പി എടുത്താൽ പോരാ, നമ്മളൊരു ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ അത് ഒരു കോപ്പിയാണോ വരുന്നത്, അത് അവർ സ്കാനിങ് ആണോ പ്രസ് ചെയ്തതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ നിന്ന് ഒരു കോപ്പി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അവന് വരുമാനം ഈ കോപ്പി എടുക്കുന്നതിനേക്കാളും കിട്ടും. അങ്ങനെയുള്ള ഒരു അവന് ഈ കോപ്പി എടുത്താൽ 2 രൂപ കിട്ടുകയാണെങ്കിൽ ഈ സാധനം അവന് വേറൊരാൾക്ക് കൊടുത്താൽ അത് 10 രൂപ കിട്ടും. അപ്പൊ അതൊരു ബിസിനസ് ആയിട്ട് ചെയ്യണവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ. കാരണം അല്ലാതെ ഒരു കട മര്യാദയ്ക്ക് റൺ ചെയ്തുകൊണ്ട് പോകാൻ പാടായിരിക്കും ചിലവർക്ക്, ഇതിന്റെ റെന്റിങ്. അപ്പൊ ഇങ്ങനെയുള്ള ഉടായ്പകൾ ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു, കാരണം കൂടുതലും പ്രായമുള്ളവരാണ് ഇത് ശ്രദ്ധിക്കാതെയും എന്നാൽ അവരാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ചിലവർ കൊണ്ട് വെച്ചിട്ട് പിന്നെ സാധനം എടുക്കാതെ വരും, ചിലതാണെങ്കിൽ 2 കോപ്പി എടുത്തുള്ളവർ, ഒന്നേ നമുക്ക് തരുള്ളൂ, ഒന്ന് അവർ അഡീഷണൽ യൂസ് ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഡിജിറ്റൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് ഈ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു 0 കൂടിപ്പോയാൽ 100 രൂപ അയക്കേണ്ടടുത്ത് ഒരു 0 കൂടിപ്പോയാൽ 1000 രൂപയായി. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്ത് അവൻ്റെ ഹിസ്റ്ററി എടുക്കാൻ അവൻ പറ്റൂല, അവൻ ചിലപ്പോൾ തിരക്കായിരിക്കും. പോയാൽ പോയി, നമുക്കേ നഷ്ടമുള്ളൂ. നമുക്ക് പിന്നെ വിഷമം പറയാനേ പറ്റുള്ളൂ. ഇതിന്റെ പുറകെ നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ 4 ഇരട്ടി ചെലവ് പോകും, ആരും സഹായിക്കുകയില്ല, കാണുന്നവരെല്ലാം പുച്ഛിക്കുകയും ചെയ്യും, നിനക്ക് അറിഞ്ഞുകൂടെ ഇടാന്ന് ചെയ്യും. നമുക്ക് അതുകൊണ്ട് പറയാനും നാണക്കേട്. അതാണ് മെയിനായിട്ട് നമ്മൾ തന്നെ സൂക്ഷിക്കുക. വേറെന്താണ് പറയാനുള്ളത്? വേറെ നമുക്ക് ഇനി ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് പല വിഷയങ്ങളെ പറ്റി നമ്മളെന്തായാലും നമ്മൾ സംസാരിച്ചാൽ തീരുല്ല. നമ്മൾ ഡെയിലി സംസാരിക്കുന്നതാ, ഇതിപ്പോ ക്യാമറയുടെ ഫ്രണ്ടിലെന്നുള്ളല്ല, അത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഓണസ്റ്റ് ആയിട്ട് കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, കേൾക്കുന്ന ആൾക്കാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു നിഖിൽ.